വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ പുതിയ CRT ചാപ്റ്റർ ഉണ്ടോ. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? പ്രവൃത്തിയും ഊർജ്ജം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രവൃത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പ്രവൃത്തി എന്ന് പറയുന്ന ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഊർജ്ജവും പവറും ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ്. ഇനിയും CRT ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞവർക്ക് റിവിഷൻ പോലെ നമ്മുടെ ചാനലിൽ പുതിയ CRT ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ PSC പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട CRT പാഠഭാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ഊർജ്ജം എന്ന് പറയുന്നൊരു ഭാഗം, അതുപോലെ തന്നെ പവറാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം. പ്രവൃത്തി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് പ്രവൃത്തിയുടെ ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 ഇക്വേഷൻസ് പ്രവൃത്തിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഏതൊക്കെയായിരുന്നു? പ്രവൃത്തി എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? ഏതായിരുന്നു? W=F×S എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? W=mgh എന്ന് പറഞ്ഞു, mgh എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് ഗുരുത്വാകർഷണത്തിനെതിരായിട്ട് ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നതാണ് W=mgh. അതായത് ഉയർത്തുന്ന ഒരു സന്ദർഭങ്ങളൊക്കെ വരുന്ന ആ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ചെയ്യുന്ന W=mgh എന്ന് പറയുന്ന ഇക്വേഷനാണ്. അല്ലെങ്കിൽ വർക്ക് എന്താണ്? ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതായത് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ബലം ഇൻറ്റു സ്ഥാനാന്തരമാണ് അല്ലേ? എന്താണ് നമ്മൾ യൂണിറ്റ് പറഞ്ഞത്? ജൂളാണ് യൂണിറ്റ് പറഞ്ഞത്. അതുപോലെ തന്നെ പോസിറ്റീവ് പ്രവൃത്തിയുണ്ട്, നെഗറ്റീവ് പ്രവൃത്തിയുണ്ട് എന്ന് പറഞ്ഞു. പോസിറ്റീവ് പ്രവൃത്തി എന്താണ്? ബലവും അതുപോലെ തന്നെ ബലവും സ്ഥാനാന്തരം ഒരേ ദിശയിലാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയും? പോസിറ്റീവ് പ്രവൃത്തി എന്ന് പറയും അല്ലേ? പോസിറ്റീവായിട്ടുള്ള പ്രവൃത്തി എന്ന് പറയും. അതല്ല ബലം എന്ന് പറയുന്നത് ഒരു ദിശയിലേക്കാണ്, സ്ഥാനാന്തരം എന്ന് പറയുന്നത് വേറൊരു സ്ഥലത്തേക്കാണെന്നുണ്ടെങ്കിലോ അങ്ങനെ എന്ന് പറയും? നെഗറ്റീവ് പ്രവൃത്തി എന്ന് പറയും. അതിനെ കുറേ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഭാഗം നോക്കാം. ഊർജ്ജം എന്ന് വെച്ചാൽ എന്താണ്? എനർജി അല്ലേ? നിങ്ങൾക്ക് പരിചിതമായ ഊർജ്ജ രൂപങ്ങൾക്ക് ഉദാഹരണം എഴുതുക. ഏതൊക്കെയാണ്? വൈദ്യുതോർജ്ജം, യാന്ത്രികോർജ്ജം, എന്തൊക്കെയാണ് ഉള്ളത്? പിന്നെ താപോർജ്ജം, പ്രകാശോർജ്ജം അല്ലേ? പ്രകാശോർജ്ജം, അതുപോലെ തന്നെ എന്താണ്? രാസോർജ്ജം അല്ലേ? രാസോർജ്ജം ഉണ്ട്. അങ്ങനെ കുറേ ഊർജ്ജ രൂപങ്ങളുണ്ട്. ഇത്തരം വിവിധ ഊർജ്ജ രൂപങ്ങളാണല്ലോ പ്രവൃത്തി ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുന്നത്. പ്രവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഊർജ്ജം വേണം അല്ലേ? പ്രവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഊർജ്ജത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് എന്ന് പറയുന്നത് ഊർജ്ജം എന്ന് പറയുന്നത്. പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവിനെയാണ് ഊർജ്ജം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക കേട്ടോ. ഊർജ്ജം എന്താണെന്ന് ഡെഫിനിഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഊർജ്ജം എന്നാണ് പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവിനെയാണ് ഊർജ്ജം എന്ന് പറയുന്നത് അല്ലേ? ഇനി ഊർജ്ജത്തിൻ്റെ അളവ് പ്രസ്താവിക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം. ഊർജ്ജം തന്നെയാണല്ലോ പ്രവൃത്തിയായിട്ട് മാറുന്നത്. ഇത് നമ്മൾ പറഞ്ഞില്ലേ, ഊർജ്ജം എന്ന് വെച്ചാൽ പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവിനെയാണ് ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും യൂണിറ്റ്? ഊർജ്ജം തന്നെയാണ് പ്രവൃത്തിയായിട്ട് മാറുന്നത്. അതുകൊണ്ട് പ്രവൃത്തിയുടെ യൂണിറ്റ് തന്നെയാണ് ഊർജ്ജത്തിൻ്റെ യൂണിറ്റ്. അതായത് എന്താണ്? പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു? ജൂളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ജൂൾ തന്നെയാണ്. SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? അതായത് ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് കൂടിയുണ്ട്. പക്ഷേ SI യൂണിറ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂളാണ്. അപ്പോൾ എന്താണ്? ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? SI യൂണിറ്റ് എന്താണ്? ജൂൾ തന്നെയാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ പഠിച്ചു വയ്ക്കുക. പ്രവൃത്തിയുടെയും ഊർജ്ജത്തിൻ്റെയും യൂണിറ്റ് എന്താണ്? ജൂളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കണം കേട്ടോ. ഭക്ഷണ പദാർത്ഥങ്ങളിലെ ഊർജ്ജത്തിൻ്റെ അളവ് സൂചിപ്പിക്കുമ്പോൾ കിലോ കലോറി എന്ന യൂണിറ്റ് നാം ഉപയോഗിക്കാറുണ്ട്. ഭക്ഷണ വസ്തുക്കളിലെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിലോ കലോറി എന്നൊക്കെ പറയുന്ന യൂണിറ്റുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി ജൂളും കലോറിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ജൂളും കലോറിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഒരു കലോറി എന്ന് വെച്ചാൽ 4.2 ജൂളാണ്. ചോദിക്കാറുണ്ട്. ഒരു കലോറി എന്ന് വെച്ചാൽ എത്രയാണ്? 4.2 ജൂളാണ്. ഒരു കലോറി എന്ന് വെച്ചാൽ എന്താണ്? 4.2 ജൂളാണ്. അതായത് ഒരു കിലോ കലോറി എന്ന് വെച്ചാൽ എന്താണ്? 4200 ജൂളാണ്. 4200 ജൂളാണ്. അതായത് 1000 കലോറി എന്ന് പറയുന്നത് എന്താണ്? ഒരു K കലോറിയാണ്. 1000 കലോറി എന്ന് വെച്ചാൽ എന്താണ്? ഒരു K കലോറിയാണ്. ഇനി എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ഒരു മാമ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവ് ഏകദേശം 840 കിലോ ജൂളാണ്. ഇത് എത്ര കലോറിക്ക് തുല്യമായിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കിലോ ജൂൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് എത്ര കലോറിക്ക് തുല്യമായിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഇതിനെ എഴുതി വയ്ക്കാം കേട്ടോ. 840 കിലോ ജൂൾ എന്ന് പറയുന്നതാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത് എത്ര കലോറിക്ക് തുല്യമായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ആ കൂടി അറിയുന്ന ഒരു ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ബന്ധം എന്ന് പറയുന്നത് എത്രയാണ്? ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. നമുക്കറിയാം ഒരു കലോറി എന്ന് പറയുന്നത്
4.2 ജൂളാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കുന്നതാണ് കലോറിയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കലോറി കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കലോറി കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? കലോറി എങ്ങനെ കണ്ടുപിടിക്കാം? കലോറി എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് 840 കിലോ ജൂൾ എന്ന് പറയുന്ന ഒരു എത്ര കലോറിയാണെന്ന് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യം ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണെന്നാണ്. ഇനി നമുക്കിവിടെ നോക്കി ജൂളിലാണ് നമുക്ക് നമ്മുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ജൂളിലും കലോറിയിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് കിലോ ജൂളിലാണല്ലോ തന്നിരിക്കുന്നത്, നമ്മുടെ ക്വസ്റ്റ്യനിൽ കിലോ ജൂളാണ്. അപ്പോൾ ഈ കിലോ ജൂൾ നമുക്ക് എന്താണ് ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യുക? 840 × 1000 ചെയ്തു. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടുന്നുണ്ടോ? അതിന് നമ്മൾ എന്ത് ചെയ്യുക? ബൈ 4.2 ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഒരു കലോറി എന്ന് പറയുന്നത് കിട്ടുള്ളൂ. ബൈ 4.2, ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ആണ്. അപ്പോൾ 840 × 1000 കലോറി എന്ന് പറയുന്നത് എത്രയായിരിക്കണം? ബൈ 4.2 ചെയ്യണം അല്ലേ? 840 × 1000 കലോറി കാണുന്നതിനായിട്ട് ബൈ 4.2 ചെയ്യണം. അതായത് ഒരു കലോറി എന്ന് പറയുന്നത് നമുക്കറിയാം 4.2 ജൂളാണെന്നറിയാം. അപ്പോൾ നമുക്ക് 840 × 1000 കലോറി കണ്ടുപിടിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം? ബൈ 4.2 ചെയ്യും അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ബൈ 4.2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 20 K കലോറി എന്നായിരിക്കും കേട്ടോ. 200 K കലോറി എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. ചെയ്ത് നോക്കാം കേട്ടോ സമയം കിട്ടുമ്പോൾ ഒക്കെ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആൻസർ കിട്ടുന്നത്? നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആ ഒരു ബന്ധം നമ്മൾ ആദ്യം തന്നെ അറിയണം. അതായത് ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ് നമ്മൾ ആദ്യം തന്നെ അറിയണം. അതുപോലെ തന്നെ കിലോ ജൂൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം. 1000 ചെയ്തിട്ട് ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് ഒരു കലോറി എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ സംഭവത്തിന് നമ്മൾ എന്ത് ചെയ്യുക? ബൈ 4.2 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് ആൻസർ കിട്ടും. ക്ലിയർ ആയല്ലോ? വിവിധ തരം ഊർജ്ജ രൂപങ്ങളിൽ യാന്ത്രികോർജ്ജത്തെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇത് നമ്മൾ യാന്ത്രികോർജ്ജത്തെ കുറിച്ചിട്ടാണ് ആദ്യം പറയുന്നത്. എന്താണ് യാന്ത്രികോർജ്ജം അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി എന്ന് വെച്ചാൽ എന്താണ്? വസ്തുക്കൾക്ക് ചലനം മൂലമോ സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് യാന്ത്രികോർജ്ജം. എന്താണ് യാന്ത്രികോർജ്ജം? വസ്തുക്കൾക്ക് ചലനം മൂലം അല്ലേ? എങ്ങനെ മൂലം? ചലനം മൂലം നമുക്ക് ലഭിക്കാം. അതുപോലെ തന്നെ സ്ഥാനം മൂലം ലഭിക്കാം. അതുപോലെ തന്നെ എന്താണ്? കോൺഫിഗറേഷൻ മൂലം ലഭിക്കാം. അങ്ങനെ ലഭിക്കുന്ന 3 തരത്തിൽ ലഭിക്കുന്ന ഊർജ്ജമാണ് യാന്ത്രികോർജ്ജം. വസ്തുക്കൾക്ക് ചലനം മൂലമോ സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് യാന്ത്രികോർജ്ജം. യാന്ത്രികോർജ്ജം പ്രധാനമായിട്ടും 2 തരത്തിലാണുള്ളത്. എന്തൊക്കെയാണ്? സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഫിസിക്സിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണോ ഈ സ്ഥിതികോർജ്ജം ഗതികോർജ്ജം. ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഉണ്ടാവാണ്ടിരിക്കില്ല. അപ്പോൾ സ്ഥിതികോർജ്ജം ഗതികോർജ്ജം എന്ന് പറയുന്നത് യാന്ത്രികോർജ്ജത്തിൽ വരുന്നതാണ്. അതായത് മെക്കാനിക്കൽ എനർജീനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് എന്തൊക്കെ? സ്ഥിതികോർജ്ജം എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഗതികോർജ്ജം എന്ന് പറയുന്നത്. സ്ഥിതികോർജ്ജം എന്ന് പറയുന്നതും ഗതികോർജ്ജം എന്ന് പറയുന്നത് യാന്ത്രികോർജ്ജത്തിന് ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ യാന്ത്രികോർജ്ജം വെച്ച് നാം എന്താണെന്ന് പറഞ്ഞു? ചലനം മൂലം സ്ഥാനം മൂലം കോൺഫിഗറേഷൻ മൂലം ലഭിക്കുന്ന ഊർജ്ജമാണ് യാന്ത്രികോർജ്ജം എന്ന് പറഞ്ഞു. ഇനി എന്താണ് സ്ഥിതികോർജ്ജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്? സ്ഥിതികോർജ്ജം എന്ന് വെച്ചാൽ എന്താണ്? നോക്കിയേ, ചിത്രങ്ങളിൽ അമ്പും ടോയ് കാറും സ്ഥിതി ചെയ്യുന്നതിനെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് സ്ഥിതികോർജ്ജത്തിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. നമുക്ക് നോക്കിയാൽ ഫസ്റ്റ് തന്നെ ഒരു അമ്പ് നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ പിക്ചറിലാണെന്നുണ്ടെങ്കിൽ ഒരു കാർ ചെരിച്ചിട്ടും നൽകിയിട്ടുണ്ട്. കുലച്ചു വെച്ചിരിക്കുന്ന വില്ലിൽ അമ്പിനെയും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കാറിനെയും സ്വതന്ത്രമാക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇതെന്ന് പറയുന്നത് ചലിക്കും അല്ലേ? അമ്പെന്ന് പറയുന്നത് ചലിക്കും. അമ്പ് നേരെ പോകും. അതുപോലെ തന്നെ എന്താണ്? കാറാണെന്നുണ്ടെങ്കിൽ ചെരിഞ്ഞിട്ട് താഴേക്ക് എത്തൂല്ലേ? അപ്പോൾ അവിടെ ചലനം സംഭവിക്കുന്നുണ്ട്. അമ്പിനെ ചലിക്കുവാൻ ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നത് എവിടെ നിന്നായിരിക്കും? അമ്പിന് ചലിക്കുവാൻ എന്താണ്? ഒരു ഊർജ്ജം ലഭിക്കുന്നുണ്ട്. അത് എവിടെ നിന്നായിരിക്കും ലഭിക്കുന്നുണ്ടായിരിക്കുക? അപ്പോൾ എവിടെ നിന്നാണ് അമ്പിനെ ചലിക്കുവാനായ ആവശ്യമായിട്ടുള്ള ഊർജ്ജം ലഭിച്ചിട്ടുണ്ടായിരിക്കുക? ഈ അമ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വിടുന്നത്? അമ്പ് എന്ന് പറയുന്നത് സ്പ്രിങ് ഉണ്ടല്ലേ? അവിടെ ഒരു വള്ളിയുണ്ട്. അപ്പോൾ ആ ഒരു ചരടുണ്ട് അല്ലേ? ഈ ചരടുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഒരു വളവുണ്ട് അല്ലേ? ഇത് രണ്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ വളവും അതുപോലെ തന്നെ നമുക്കറിയാം ഈ ചരടുമ്മലാണ് ഇത് പിടിച്ചിട്ടുണ്ടായിരിക്കും. ഇത് പിടിച്ച് വലിക്കുമ്പോഴാണല്ലോ ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് രണ്ടും കാരണമായിരിക്കാം എന്ത് ലഭിച്ചിട്ടുണ്ടായിരിക്കുക? അമ്പിനെ ചലിക്കുവാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജം ലഭിച്ചിട്ടുണ്ടായിരിക്കുക. ചരടിൻ്റെ വലിവും വില്ലിൻ്റെ വളവും ചേർന്നുളവാക്കിയ സവിശേഷമായ വിന്യാസം കാരണമല്ലേ അമ്പിന് ഊർജ്ജം ലഭിക്കുന്നത്? അപ്പോൾ എങ്ങനെയാണ് അമ്പിന് ഊർജ്ജം ലഭിച്ചിട്ടുള്ളത്? ചരടിൻ്റെ വലിവ് അല്ലേ? അതുപോലെ തന്നെ വില്ലിൻ്റെ വളവും ചേർന്നുളവാക്കിയ വിന്യാസമാണ്, കോൺഫിഗറേഷനാണ് അമ്പിന് ഊർജ്ജം ലഭിക്കുന്നതിനായിട്ട് കാരണം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പോയിന്റ് കിട്ടില്ലേ? കോൺഫിഗറേഷൻ വഴി നമ്മൾ പറഞ്ഞു യാന്ത്രികോർജ്ജം എന്ന് പറയുന്നത് ലഭിക്കണമെന്ന് പറഞ്ഞു.
അതുപോലെ തന്നെ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ, ടോയ് കാറിന് ചലിക്കാൻ ആവശ്യമായ ഊർജ്ജം എങ്ങനെയായിരിക്കും ലഭിച്ചിട്ടുണ്ടായിരിക്കുക? ടോയ് കാറിന് ചലിക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജം എങ്ങനെയായിരിക്കും ലഭിച്ചിട്ടുണ്ടായിരിക്കുക? കാറ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴല്ലേ, കാറ് ഇങ്ങനെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ എന്ത് സംഭവിച്ചിട്ടുള്ളത്? ഊർജ്ജം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ, കാറിൻ്റെ സ്ഥാനം മൂലം ലഭിച്ചിട്ടുള്ള ഊർജ്ജമാണല്ലേ ഇവിടെ ലഭിക്കുന്നതാണ്. കാറിൻ്റെ സ്ഥാനം മൂലം ലഭിച്ചിട്ടുള്ള ഊർജ്ജമാണ്. കാറിൻ്റെ സ്ഥാനം മൂലമാണ് ടോയ് കാറിന് ചലിക്കുവാനായ ആവശ്യമായ ഊർജ്ജം ലഭിച്ചത്. ഇവിടെ വസ്തുക്കൾക്ക് ഊർജ്ജം ലഭിച്ചത് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ആണ്. ഇത്തരം ഊർജ്ജത്തെയാണ് സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്ഥിതികോർജ്ജം? സ്ഥാനം മൂലം അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മൂലം ലഭിക്കുന്ന ഊർജ്ജത്തെയാണ് സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ് പൊട്ടൻഷ്യൽ എനർജി ചോദിക്കാറുണ്ട് കേട്ടോ. പൊട്ടൻഷ്യൽ എനർജി PE നമ്മൾ അതിനെ പറയുന്നത്. അപ്പോൾ PE പൊട്ടൻഷ്യൽ എനർജി കേട്ടോ. അപ്പോൾ ഇതിന് ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് വസ്തുക്കൾക്ക് സ്ഥാനം മൂലം ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിരിക്കുക. സ്ഥാനം കോൺഫിഗറേഷൻ എന്നുള്ളത് അധികം ചോദിക്കുന്നത് കണ്ടിട്ടില്ലെങ്കിലും സ്ഥാനം മൂലം എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജത്തെയാണ് സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത്. സ്ഥിതികോർജ്ജം എന്ന് വെച്ചാൽ വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. സ്ഥിതികോർജ്ജം 2 തരത്തിലുണ്ടെന്ന് നമ്മൾ മനസ്സിലായില്ലേ? സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജമുണ്ട്, കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജമുണ്ട്. സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജമുണ്ട്, കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജം ഉണ്ട്. ചുവടെ നൽകിയ സന്ദർഭങ്ങളിൽ സ്ഥിതികോർജ്ജം ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അനുയോജ്യമായ രീതിയിൽ തരം തിരിച്ച് പട്ടികപ്പെടുത്തും. തെങ്ങിന് മുകളിലെ തേങ്ങയിലുള്ള ഊർജ്ജം എന്താണ്? തെങ്ങിന് മുകളിലെ തേങ്ങയിലുള്ള ഊർജ്ജം എന്ന് പറയുന്നത് എന്താണ്? സ്ഥാനം മൂലമാണ്, കോൺഫിഗറേഷൻ മൂലമാണ് ലഭിക്കുന്നത്. എന്ത് മൂലമായിരിക്കും ലഭിക്കുന്നുണ്ടായിരിക്കുക? എന്തായിരിക്കും? സ്ഥാനം മൂലം. അതായത് ഒരു ഭാഗത്ത് ഇരിക്കുകയാണ് ചെയ്യുന്നത് തേങ്ങ. അപ്പോൾ സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജ്ജമാണ് എന്ന് പറയുന്നത് തെങ്ങിന് മുകളിലെ തേങ്ങയിലെ ഊർജ്ജം എന്ന് പറയുന്നത്. ഇനി അമർന്നിരിക്കുന്ന സ്പ്രിങ്ങിലെ ഊർജ്ജം എന്ന് പറയുന്നത് എന്താണ്? കോൺഫിഗറേഷൻ മൂലം കോൺഫിഗറേഷൻ മൂലമാണ് ഇരിക്കുന്നത്, അമർന്നിരിക്കുകയാണ്. അതായത് കോൺഫിഗറേഷൻ മൂലം ലഭിക്കുന്ന ഊർജ്ജമാണ് ഇവിടെ. നെക്സ്റ്റ്, ടാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ജലത്തിൻ്റെ ഊർജ്ജം. അതായത് സ്ഥിതി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? സ്ഥാനം മൂലമുള്ള ഊർജ്ജമാണ് ഇവിടെ നടക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? പോൾ വാൾട്ട് ചാടുമ്പോൾ വളഞ്ഞിരിക്കുന്ന പോളിലുള്ള ഊർജ്ജം എന്താണ്? കോൺഫിഗറേഷൻ ആണ്. കോൺഫിഗറേഷൻ മൂലമുള്ള ഊർജ്ജമാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കോൺഫിഗറേഷൻ മൂലം അതുപോലെ തന്നെ സ്ഥാനം മൂലമുള്ളത് നമ്മൾ തരംതിരിച്ച് പറഞ്ഞു അല്ലേ? ഓക്കെ. ഗുരുത്വാകർഷണത്തിനെതിരെ ചെയ്ത പ്രവൃത്തിയാണല്ലോ സ്ഥാനം മൂലം ലഭിച്ച സ്ഥിതികോർജ്ജത്തിന് കാരണം. അപ്പോൾ എന്താണ്? സ്ഥാനം മൂലം ലഭിച്ച സ്ഥിതികോർജ്ജം നമ്മൾ പറഞ്ഞു. 2 എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. തേങ്ങയുടെ കേസും അതുപോലെ തന്നെ ടാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ജലത്തിൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത് എന്താണ്? സ്ഥാനം മൂലം ലഭിച്ചതാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഗുരുത്വാകർഷണത്തിനെതിരെ ചെയ്ത പ്രവൃത്തിയാണ്. ഏതാണ്? ഗുരുത്വാകർഷണത്തിനെതിരെ ചെയ്ത പ്രവൃത്തി മൂലമാണ് സ്ഥാനം മൂലം ലഭിച്ച സ്ഥിതികോർജ്ജത്തിന് കാരണം എന്ന് പറയുന്നത് എന്താണ്? ഗുരുത്വാകർഷണത്തിനെതിരെ ചെയ്ത പ്രവൃത്തിയാണ് സ്ഥാനം മൂലം ലഭിച്ച സ്ഥിതികോർജ്ജത്തിന് കാരണം. ഓക്കെ. സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജത്തിൻ്റെ അളവ് ആ വസ്തുവിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്ത പ്രവൃത്തിയുടെ അളവിന് തുല്യമായിരിക്കും. എന്താ പറയുന്നത്? സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, ടാങ്കിലൊക്കെ ഉയർന്ന ടാങ്കിലൊക്കെ ഉള്ള വെള്ളം എന്ന് പറയുന്നത്. ഓക്കെ, അത് എക്സാമ്പിളാണെന്ന് പറഞ്ഞു. അതിന് ആ സ്ഥിതികോർജ്ജത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ആ വസ്തുവിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്ത പ്രവൃത്തിയുടെ അളവിന് തുല്യമായിരിക്കും. അതായത് സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജം നമ്മൾ EP എന്ന് കൊടുത്തു കേട്ടോ. അപ്പോൾ EP എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗുരുത്വാകർഷണത്തിനെതിരെയുള്ള ചെയ്ത പ്രവൃത്തി ഗുരുത്വാകർഷണത്തിനെതിരെ ചെയ്ത പ്രവൃത്തിയുടെ അളവിന് തുല്യമായിരിക്കും. അതായത് നമ്മൾ ഗുരുത്വാകർഷണത്തിനെതിരെയുള്ള പ്രവൃത്തിയുടെ അളവ് നമ്മൾ എങ്ങനെ എഴുതി? mgh എന്ന് എഴുതി. അതായത് E = എന്താണ്? mgh ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ന് പറയാം, പൊട്ടൻഷ്യൽ എനർജി കാണുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? mgh ആണെന്ന് പറയാം. ഓക്കെ ആണല്ലോ. ആ സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജം കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്? mgh ആണ്. ഇനി ഇതിൽ m മാസും h എന്ന് പറയുന്നത് എന്താണ്? തറനിരപ്പിൽ നിന്നുള്ള ഉയരമാണ്. m വെച്ചാൽ മാസാണ്, g എന്ന് പറയുന്നത് എന്താണ്? ആക്സലറേഷൻ്റെ ഒരു ഗ്രാവിറ്റിയാണ്. അതുപോലെ തന്നെ h എന്ന് പറയുന്നത് എന്താണ്? ഉയരമാണ് അല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. 50 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു തറനിരപ്പിൽ നിന്ന് 8 മീറ്റർ ഉയർത്തുന്നു.
വസ്തു തറയിലായിരിക്കുമ്പോൾ അതിൻ്റെ സ്ഥിതികോർജ്ജം എത്രയായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞല്ലോ. പി ഈസ് ഈക്വൽ ടു എത്രയാണ്? mgh ആണെന്ന് പറഞ്ഞു. എം എന്ന് പറയുന്നത് എത്രയാണ്? 50 കിലോഗ്രാം മാസ് ഉള്ളതാണ്. ജി എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് 10 ആണ് കൂടുതലും നൽകാറ്. 9.8 ആണെന്നുണ്ടെങ്കിലും 10 ആണ് കൂടുതലും ക്വസ്റ്റ്യൻസിൽ നൽകാറ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് നൽകാം? അപ്പോൾ ക്വസ്റ്റ്യനിൽ 10 എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 എടുക്കുക. അങ്ങനെ ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 9.8 എടുക്കാം കേട്ടോ. അപ്പോൾ ജി എന്ന് പറയുന്നത് 9.8 എടുത്തു. എച്ച് എന്ന് പറയുന്നത് നമുക്ക് 8 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? തറനിരപ്പിൽ നിന്നും 8 മീറ്റർ ഉയർത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 8 മീറ്റർ ഉയർത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ തറയിൽ നിന്നുള്ള സ്ഥിതികോർജ്ജമാണല്ലോ ചോദിച്ചിരിക്കുന്നത്. വസ്തു തറയിലിരിക്കുമ്പോഴുള്ള സ്ഥിതികോർജ്ജമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 8 കൊടുക്കാൻ പറ്റുമോ? 8 കൊടുക്കാൻ പറ്റുമോ? 8 എന്ന് പറയുന്നത് തറയിൽ നിന്ന് ഉയർത്തുമ്പോഴുള്ള ഉയരാണല്ലേ എന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? തറയിലിരിക്കുമ്പോൾ എന്നാണ്. തറയിലിരിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഇതുണ്ടോ? എന്തെങ്കിലും ഹൈറ്റ് വരുന്നുണ്ടോ? അവിടെ ഹൈറ്റ് വരുന്നില്ല. തറയിലിരിക്കുമ്പോൾ എന്താണ്? 0 ആണ് വരുന്നത് അല്ലേ? 0 ആണ് വരുന്നത്. അപ്പോൾ ഇത് ഫുൾ എന്തായി മാറും? 0 ആയിട്ട് മാറല്ലോ. അപ്പോൾ ആൻസർ എന്താ വരിക? 0 ആണ് അതിൻ്റെ സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത്. 0 ആണ്. അതായത് വസ്തു ചലിക്കുന്നില്ല. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നൽകിയിരിക്കുന്നത് വസ്തു തറനിരപ്പിൽ നിന്ന് ഉയർത്തുന്നുണ്ട് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ബാക്കി എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നൽകിയിരിക്കുന്നതാണ് തറയിലിരിക്കുമ്പോൾ സ്ഥിതികോർജ്ജം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തറയിലിരിക്കുമ്പോൾ എന്തായാലും 0 ആയിരിക്കും. അപ്പോൾ ഫുള്ള് 0 ആയിട്ട് മാറി. സ്ഥിതികോർജ്ജം ആപേക്ഷികമായാണ് കണക്കാക്കുന്നത്. അവലംബമാകുന്ന പ്രതലത്തിലെ സ്ഥിതികോർജ്ജം പൂജ്യമായി പരിഗണിച്ചുകൊണ്ടാണ് ഓരോ സ്ഥാനത്തെയും സ്ഥിതികോർജ്ജം കണക്കാക്കുന്നത്. നാം ഉയരം അളക്കുമ്പോൾ തറനിരപ്പാണ് അവലംബകമായി എടുക്കുന്നത്. അതിനാൽ തറനിരപ്പിലെ സ്ഥിതികോർജ്ജം സാധാരണയായിട്ട് 0 പരിഗണിക്കണം. തറയിലിരിക്കുന്ന കാരണമാണ് അതിനെ 0 നമ്മൾ കണക്കാക്കിയിരുന്നത്. അതാണ് പറഞ്ഞു തരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വസ്തു 8 മീറ്റർ ഉയരത്തിലായിരിക്കുമ്പോൾ സ്ഥിതികോർജ്ജം എത്രയായിരിക്കും? അപ്പോൾ എത്രയായിരിക്കും? 8 മീറ്റർ ഉയരത്തിലായിരിക്കുമ്പോൾ സ്ഥിതികോർജ്ജം എത്രയായിരിക്കും? 8 മീറ്റർ ഉയരത്തിലായിരിക്കുമ്പോൾ സ്ഥിതികോർജ്ജം എത്രയായിരിക്കും? മാസ് എത്രയാണ് അവിടെ നമുക്ക് നൽകിയിട്ടുള്ളത്? മാസ് എത്രയാണ് നൽകിയിരിക്കുന്നത്? 50 കിലോഗ്രാം മാസ്സാണ് നൽകിയിട്ടുണ്ട്. 50 കിലോഗ്രാം നൽകിയിട്ടുണ്ട്. ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നൽകിയിട്ടുണ്ട്. വസ്തുവിനെ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ദിശയിലുണ്ടായ സ്ഥാനമാറ്റം അല്ലെങ്കിൽ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഉയരം എന്ന് പറയുന്നത് എത്രയാണ് നൽകിയിരിക്കുന്നത്? 8 മീറ്റർ ആണ് നൽകിയിട്ടുണ്ട് അല്ലേ? 8 മീറ്റർ ആണ് നൽകിയിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് 8 മീറ്റർ ആണ് നൽകിയിട്ടുണ്ട്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി സ്ഥിതികോർജ്ജം കാണുന്ന ഇക്വേഷൻ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി കാണുന്ന ഇക്വേഷൻ എന്താണ്? mgh. എം എന്ന് പറയുന്നത് എത്രയാണ്? എം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 50 ആണ് അല്ലേ? 50 ആണ് നൽകിയിട്ടുണ്ട്. അപ്പോൾ 50 ഇൻറ്റു ജി എന്ന് പറയുന്നത് എത്രയാണ്? 9.8 ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? 8 മീറ്റർ. അപ്പോൾ എത്രയാണ് കിട്ടുക? 3920 ജൂൾ കേട്ടോ. 3920 ജൂൾ എന്ന് കിട്ടും. അതായത് നമ്മളിവിടെ എന്താണ് പറഞ്ഞത്? 8 മീറ്റർ ഉയരത്തിലായിരിക്കുമുള്ള സ്ഥിതികോർജ്ജമാണ് ചോദിച്ചിരിക്കുന്നത്. തറയിലിരിക്കുമ്പോൾ 0 എന്ന് പറഞ്ഞു. ഉയരത്തിലായിരിക്കുമ്പോൾ നമ്മൾ mgh എന്നുള്ള ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ട് അല്ലാതെ ഇട്ട് കൊടുത്തു കേട്ടോ. ക്ലിയർ ആയല്ലോ. ഇനി എന്താണ് ഗതികോർജ്ജം? കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ എന്താണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ചുഴലിക്കാറ്റിൽ വൻമരങ്ങൾ വീഴുന്നതിനെയും കെട്ടിടങ്ങളുടെ മേൽക്കൂരകൾ പറന്നു പോകുന്നതിനെയും ഉരുൾപൊട്ടലിൽ കെട്ടിടങ്ങൾ തകരുന്നതിനെയും മറ്റും ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? നോക്കിയേ ചുഴലിക്കാറ്റിൽ പോകുന്നു, അതുപോലെ തന്നെ വീടൊക്കെ തകർന്നു വീഴുന്നതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ മേൽക്കൂര പറന്നു പോകുന്നതിനൊക്കെ. കാറ്റിനും വെള്ളത്തിനും പ്രവൃത്തി ചെയ്യാൻ കഴിയുന്നത് അവയുടെ ചലനം കാരണമാണല്ലോ. കാറ്റിനും വെള്ളത്തിനും അവരുടെ പ്രവൃത്തി ചെയ്യാൻ കഴിയുന്നതാണ് ചലനം മൂലമാണ്. അങ്ങനെ ചലനം മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. സ്ഥാനം മൂലം അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മൂലം ലഭിക്കുന്നതാണെങ്കിൽ സ്ഥിതികോർജ്ജമാണ്. ചലനം മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന ഊർജ്ജരൂപം എന്താണ്? ഗതികോർജ്ജമാണ്. കൈനറ്റിക് എനർജിയാണ്. പഠിച്ചു വയ്ക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ് ഗതികോർജ്ജം. ചലനം മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ഇനി ഗതികോർജ്ജത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ചിത്രത്തിൽ എന്താണ് ഒരു കാണുന്ന പോലെ ചെരിഞ്ഞ പ്രതലത്തിലൂടെ സിലിണ്ടർ ആകൃതിയിലുള്ള ടിന്ന് ഇങ്ങനെ ഒരു ചതുരക്കട്ടിൽ വന്നിടിക്കാവുന്ന രീതിയിൽ ഉരുട്ടി വിടാണ്ട്. അവിടെ ഒരു ചതുരക്കട്ട നൽകിയിട്ടുണ്ട്. അതിലേക്ക് ഇടിക്കുന്ന രീതിയിൽ നമ്മൾ ഉരുട്ടി വിടാണ്. ചതുരക്കട്ട സഞ്ചരിച്ച ദൂരം നിരീക്ഷിക്കുക. ഇതേ ടിന്നിൽ മണ്ണ് നിറച്ച ശേഷം ചതുരക്കട്ടയെ ആദ്യ സ്ഥാനത്ത് തന്നെ വെച്ചുകൊണ്ട് പ്രവർത്തനം ആവർത്തിക്കുക. ചതുരക്കട്ട കൂടുതൽ ദൂരം നീങ്ങിപ്പോകുമോ? കാരണം എന്തായിരിക്കും?
എന്തുകൊണ്ടായിരിക്കും? ചതുരക്കട്ട എന്ന് പറയുന്നത് കൂടുതൽ ദൂരം നീങ്ങിപ്പോകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? നമ്മുടെ ടിന്നിൽ ആദ്യം തന്നെ ടിന്നിലൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ടിന്നിൽ കുറച്ച് മണ്ണ് നിറച്ചു അല്ലേ? ഇതിൽ മണ്ണ് നിറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചതുരക്കട്ട ഇങ്ങനെ സ്പീഡിൽ വിടുകയാണെങ്കിൽ ഈ ചതുരക്കട്ട നീങ്ങുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചതുരക്കട്ട നീങ്ങൂലേ? കാരണം എന്താണ്? ഇവിടെ മാസ് കൂടിയല്ലോ. അതിലേക്ക് മാസ് കൂടിയത്. ഇത് കുറച്ച് വെയിറ്റുള്ള സാധനം ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും വെയിറ്റുള്ള സാധനം വേറെ ഒരു വെയിറ്റ് ഒന്നുമില്ലാത്ത അധികം അതിനേക്കാളും വെയിറ്റ് കുറവുള്ള സാധനം എന്നടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ചലിക്കില്ലേ എന്നാണ് പറയുന്നത്. ഇവിടെ ടിന്നിൻ്റെ മാസ് കൂടിയത് കൊണ്ടാണ് ചതുരക്കട്ട കൂടുതൽ ദൂരം പോയത്. മാസ് കൂടുമ്പോൾ ഗതികോർജം കൂടുന്നു എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ്? മാസ് കൂടുമ്പോൾ ഗതികോർജം കൂടുന്നു. അപ്പം നമുക്കൊരു പോയിന്റ് കിട്ടി. മാസ് കൂടുമ്പോൾ എന്ത് കൂടുന്നു? മാസ് കൂടുമ്പോൾ ഗതികോർജം കൈനറ്റിക് എനർജി കൂടുന്നു. മാസ് കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക കേട്ടോ. ഗതികോർജത്തെ സ്വാധീനിക്കുന്ന മറ്റേതെങ്കിലും ഘടകമുണ്ടോ നോക്കാം. ടിന്നിൻ്റെ പ്രവേഗം വർദ്ധിപ്പിച്ച് പരീക്ഷണം ആവർത്തിച്ച് നോക്കാം. മണ്ണ് നിറച്ച് ഇതേ ടിൻ കൂടുതൽ ഉയരത്തിൽ നിന്ന് ഉരുട്ടിവിട്ട് പരീക്ഷണം ആവർത്തിക്കുക. എന്ത് നിരീക്ഷിക്കും? ഇപ്പോൾ എന്താണ് പറയുന്നത്? അതായത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കുറച്ച് മണ്ണ് നിറച്ചിട്ടില്ലേ, വെയിറ്റ് കൂടിയതിന് മാസ് കൂടിയിട്ട് നമ്മൾ ഇത് കുറച്ച് മണ്ണൊക്കെ നിറച്ച് വെയിറ്റ് കൂടി. അപ്പോൾ വെയിറ്റ് കൂടിയിട്ട് നമ്മൾ ചതുരക്കട്ട നീക്കുകയാണ്. അപ്പോൾ ചതുരക്കട്ടമേക്ക് അറിയുകയാണെങ്കിൽ അപ്പോൾ ചതുരക്കട്ട എന്തായാലും നീങ്ങും, ഉറപ്പുള്ള കാര്യമാണ് ചതുരക്കട്ട നീങ്ങുന്നുള്ളത്. ഇനി കുറച്ച് ഹൈറ്റിൽ നിന്ന്, അതായത് നമ്മൾ ഈ പ്രതലം കുറച്ചും കൂടി ഹൈറ്റിലേക്ക് വെക്കുകയാണ്. അപ്പോൾ അതായത് ഹൈറ്റിൽ നിന്ന് ആക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ചതുരക്കട്ട നീങ്ങുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചതുരക്കട്ട നീങ്ങും. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ചതുരക്കട്ട നീങ്ങും. കാരണം എന്താണ് അവിടെ പറയുന്നത്? ഇവിടെ പ്രവേഗം കൂടിയത് കൊണ്ടാണല്ലോ ചതുരക്കട്ട കൂടുതൽ ദൂരേക്ക് നീങ്ങിയത്. പ്രവേഗം അല്ലെങ്കിൽ വേഗത കൂടിയില്ലേ? കുറച്ചും കൂടി ഹൈറ്റേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി സ്പീഡ് കൂടും. അപ്പോൾ അങ്ങനെ പ്രവേഗം കൂടിയത് കൊണ്ട് എന്ത് സംഭവിച്ചു? ചതുരക്കട്ട കൂടുതൽ ദൂരത്തേക്ക് നീങ്ങി. അപ്പോൾ ഗതികോർജത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ ഏതൊക്കെയാണ്? വസ്തുവിൻ്റെ മാസും അതുപോലെ തന്നെ പ്രവേഗവും. വസ്തുവിൻ്റെ മാസും പ്രവേഗവുമാണ് കൈനറ്റിക് എനർജിയെ ഗതികോർജത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ. മാസും പ്രവേഗവും. നമുക്ക് നോക്കാം. പ്രവൃത്തി എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? W=F/s. നമുക്ക് കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. വർക്കിൻ്റെ ഇക്വേഷൻ എന്നാണ് F/s ആണ്. അതിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. W=F/s ആണ്. നമുക്കറിയാം ഫോഴ്സിൻ്റെ സ്ഥാനാന്തരമാണ്, ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം F=ma ആണെന്ന് നമുക്കറിയാലോ അല്ലേ? W നമ്മൾ വർക്ക് നമ്മൾ എന്ത് ചെയ്തി? F/s എന്ന് എഴുതി. എഫിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താം? എഫിന് പകരം നമുക്ക് എന്ത് ചെയ്താം? ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്നാണ് ma ആണ്. അപ്പോൾ ma×s എന്ന് എഴുതിക്കൂടെ? ma×s എന്ന് എഴുതി. ഓക്കെ. ചലന സമവാക്യം എന്ന് പറയുന്നത് എന്താണ്? v² u² + 2as എന്ന് പറയുന്ന ഒരു ചലന സമവാക്യമുണ്ട്. 3 ചലന സമവാക്യങ്ങളാണ്. നമ്മൾ ചലന സമവാക്യങ്ങളുടെ ഒരു ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് ഓരോ ചലന സമവാക്യങ്ങൾ എങ്ങനെയാണ് വന്നതെന്നൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് v² u² + 2as എന്ന് പറയുന്ന ഇക്വേഷനാണ്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് നോക്കാം. ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് u എന്ന് പറയുന്നത് 0 ആയിട്ട് എടുത്തു. u ആയിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് v² u² + 2as അല്ലേ? u² + 2as ആണ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്തു? u², ആദ്യ പ്രവേഗം എന്ന് വെച്ചാൽ u ആണ്, v എന്ന് വെച്ചാൽ അന്ത്യപ്രവേഗമാണ്, അവസാനത്തെ പ്രവേഗമാണ്. അപ്പോൾ ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് u എന്ന് പറയുന്നത് 0 ആയിട്ട് എടുത്തു. അപ്പോൾ നമ്മൾ ആ ഒരു ടേം പോയില്ലേ? v² പിന്നെ എന്താ കിട്ടി? 2as എന്ന് മാത്രമായി. v² 2as എന്ന് മാത്രമായി. v² 2as മാത്രമായി. u എന്ന് പറയുന്ന ടേം പോയി. ഓക്കെ. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് v കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം v², as എന്ന് പറയുന്നത് അവിടെ തന്നെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ v² 2 എന്ന് പറയുന്നത് ഇപ്പോഴത്തേക്ക് പോകുമ്പോൾ എന്തായി? /2 ആയി മാറും. അതായത് as v²/2 എന്നായി മാറും. അതായത് v² 2as എന്ന് കിട്ടി. നമുക്ക് ഈ as എന്നായത് അവിടെ നിർത്തണം. ഓക്കെ. v ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? ഇവിടെ വരെ ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? as എന്ന് പറയുന്നത് നമുക്ക് അവിടെ നിർത്തണം. അപ്പോൾ v എന്നുള്ളത് v²/2 = നമുക്ക് എന്ത് എഴുതാം? as എന്ന് എഴുതാം അല്ലേ? as എന്ന് പറയുന്നത് v²/2 ആണ് നമുക്ക് എഴുതാം. ഓക്കെ ആണല്ലോ? ഇനി നമുക്കറിയാം W നമ്മൾ ഇക്വേഷൻ നമ്മൾ ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട്. എന്തെന്ന്? ma×s എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. W ma×s എന്ന് എഴുതിയിട്ടുണ്ട്. ma×s എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? mv²/2, അതായത് mas ആണല്ലോ. mas W നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ma×s ആണ്. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് നോക്കി as
എഴുതിയിട്ടുണ്ട്. MA×S എഴുതിയിട്ടുണ്ട്. നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? mv²/2, അതായത് MAS ആണല്ലോ. MAS W നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? WC=MA×S ആണ്. MA×S ആണ്. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് നോക്കി AS, A×S നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഇവിടെ നോക്കി AS എന്ന് പറയുന്നതാണ് V²/2 എന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് M×V²/2 എന്ന് കിട്ടിയില്ല, M×V²/2 എന്ന് കിട്ടി. അപ്പോൾ ME², ME²/2 അല്ലേ? M×V²/2 എന്ന് പറയുമ്പോൾ MV²/2 അല്ലെങ്കിൽ ½ MV² എന്ന് എഴുതാം. അങ്ങനെയാണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ½ MV² എത്തിയിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. ഇത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല. കൈനറ്റിക് എനർജി ½ MV² ആണെന്ന് നന്നായി പഠിച്ചു വയ്ക്കാം. ഇവിടെ M എന്ന് പറയുന്നത് എന്താണ്? M എന്ന് പറയുന്നത് എന്താണ്? മാസ്സാണ് അല്ലേ? M എന്ന് പറയുന്നത് മാസ്സാണ്. അത് കിലോഗ്രാം യൂണിറ്റ് ആണ്. മാസിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. ഇനി V എന്ന് പറയുന്നത് എന്താണ്? V എന്ന് പറയുന്നത് എന്താണ്? പ്രവേഗമാണ് അല്ലേ? m/s ആണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി E എന്ന് പറയുന്നത് എന്താണ്? E എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ജൂൾ യൂണിറ്റിലെ ഗതികോർജ്ജമാണ്. എന്ന് വെച്ചാൽ എനർജിയാണ്. ജൂളാണ് അതിൻ്റെ യൂണിറ്റ്, അതായത് ജൂളാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നോക്കാം. യാന്ത്രികോർജ്ജം എന്ന് പറയുന്നതാണ് അല്ലേ? മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നതാണ്. എന്ത് പറയുന്നത്? മെക്കാനിക്കൽ എനർജിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ? എന്തൊക്കെയാണ്? സ്ഥിതികോർജ്ജത്തിനെയും ഗതികോർജ്ജമായിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടും കൈനറ്റിക് എനർജി ആയിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ മെക്കാനിക്കൽ എനർജി യാന്ത്രികോർജ്ജത്തെ സ്ഥിതികോർജ്ജമായിട്ടും ഗതികോർജ്ജമായിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി സ്ഥിതികോർജ്ജം കാണുന്നതിനുള്ള സ്ഥിതികോർജ്ജത്തിന് എന്താണ്? സ്ഥാനം മൂലം അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മൂലം ഉള്ളതിനെയാണെന്ന് പറയുന്നത് സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത്. സ്ഥാനം മൂലം സംഭവിക്കാം സ്ഥിതികോർജ്ജം, അതുപോലെ തന്നെ കോൺഫിഗറേഷൻ മൂലവും സംഭവിക്കാം. അപ്പോൾ സ്ഥാനം മൂലം ആണെന്നുണ്ടെങ്കിൽ സ്ഥിതികോർജ്ജം കാണുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? mgh ആണ്. അപ്പോൾ സ്ഥാനം മൂലം ആണെന്നുണ്ടെങ്കിൽ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് mgh ആണ്. അതാണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. അതുപോലെ തന്നെ കോൺഫിഗറേഷൻ മൂലം നമുക്ക് എന്ത് സംഭവിക്കാറുണ്ട്? സ്ഥിതികോർജ്ജം സംഭവിക്കാറുണ്ട്. ഇനി കൈനറ്റിക് എനർജി കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞു? ½ MV² ആണ് നമ്മൾ പറഞ്ഞത്. എങ്ങനെ ഡിറൈവ് ചെയ്ത് നമ്മൾ MGH വർക്കിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് ഊർജ്ജത്തിന് ഇക്വേഷൻ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ കൈനറ്റിക് എനർജി കാണുന്നതിനുള്ള ഇക്വേഷൻ ½ MV² ആണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും പഠിച്ച് വയ്ക്കുക. സ്ഥിതികോർജ്ജത്തിൻ്റെ ഇക്വേഷനാണ് MGH, അതുപോലെ തന്നെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ½ MV² ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? വസ്തുവിൻ്റെ മാസ് M കിലോഗ്രാമിൽ തന്നിട്ടുണ്ട്. വസ്തുവിൻ്റെ പ്രവേഗം m/s തന്നിട്ടുണ്ട്. ഇനി ഗതികോർജ്ജത്തിൻ്റെ അളവ് കണ്ടുപിടിക്കുന്നതിനാണ് അല്ലേ? നമുക്കറിയാം ഇക്വേഷൻ എന്താണ്? ½ MV² ആണ്. ½ MV² ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വസ്തുവിൻ്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിച്ചുകൂടെ? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എങ്ങനെയാണ്? ½ MV² ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ? ½ MV² ആണ്. അപ്പോൾ ½ ഇൻറ്റു നമ്മൾ എന്ത് ചെയ്ത്? ½ ഇൻറ്റു M എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ് അല്ലേ? ½ ഇൻറ്റു എന്ത് ചെയ്ത്? ½ ഇൻറ്റു 10 ഇൻറ്റു എത്രയാണ്? 2 അല്ലേ? നമുക്ക് MV² ആണ്. V² എന്ന് പറയുന്നത് 2² വരും അല്ലേ? അപ്പോൾ 2 എന്ന് പറയുന്നത് 10 എത്ര പ്രാവശ്യം പോയി? 5 പോയി. അപ്പോൾ 5 ഇൻറ്റു 2 2² എന്ന് പറയുന്നത് 4 അല്ലേ? അപ്പോൾ 5 × 4 എത്ര കിട്ടി? 20 എന്ന് കിട്ടി. അപ്പോൾ അതാണ് എൻ്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. 10ഉം 4 നൽകിയിട്ടുണ്ട് അല്ലേ? 10ഉം 4 നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ½ MV² കണ്ടുപിടിക്കും. ½ MV² എന്ന് പറയുമ്പോൾ ½ ഇൻറ്റു എന്താണ്? 10 ഇൻറ്റു അല്ലേ? 10 ഇൻറ്റു 4² 10 ഇൻറ്റു 4² എന്നുള്ളത് കണ്ടുപിടിച്ചോ. ഇനി നമ്മൾ എന്ത് ചെയ്തു? 2നെ 10ൽ 5ൽ പോയി 5 എന്ന് കിട്ടി. 4 ഇൻറ്റു 4 എത്രയാണ്? 4² എന്ന് പറയുമ്പോൾ 16 അല്ലേ? 16 ഇൻറ്റു 5 എത്രയാണ്? എത്ര കിട്ടും? 80 എന്നുള്ളത് കിട്ടും അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ½ MV² ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എല്ലാ ഇക്വേഷൻസും ഡയറക്റ്റ് ഇട്ട് കൊടുക്കാമെന്നുള്ളത് ആ കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു സ്ക്വയർ വരുന്നുണ്ട്, അത് മറക്കാതെ ചെയ്യാം. ഇനി എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? പട്ടിക 64 അടിസ്ഥാനപ്പെടുത്തി താഴെ കൊടുത്ത സന്ദർഭങ്ങളിൽ ഗതികോർജ്ജത്തിൽ എന്ത് മാറ്റമാണ് വരുന്നതെന്ന് എഴുതുക. മാസ് 2 മടങ്ങായിട്ട് വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചിരിക്കേണ്ടത്. അപ്പോൾ മാസ് 2 മടങ്ങായിട്ട് വർദ്ധിക്കുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുക നോക്കാം നമുക്ക്. അപ്പോൾ നമുക്കിവിടെ ചെയ്ത് കണ്ടുപിടിക്കണം ഓരോന്നിനെ ആൻസർ, എന്നാലാണ് നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഫസ്റ്റത്തേൻ്റെ ആൻസർ 20 നൽകിയിട്ടുണ്ട് അല്ലേ? ഫസ്റ്റത്തെ ആൻസർ 20 നൽകിയിട്ടുണ്ട്. രണ്ടാമത്തേൻ്റെ ആൻസർ വരുന്നത് ½ ഇൻറ്റു എന്താണ്? ½ ഇൻറ്റു 5 ഇൻറ്റു 2² എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 10 എന്ന് വരും കേട്ടോ. 10 വരും. ആൻസർ മാത്രം എഴുതി പോകാം കേട്ടോ. 10 എന്ന് വരും. ചെയ്ത് നോക്കണേ.
അപ്പോൾ എല്ലാത്തിനെയും ആൻസർ നമ്മൾ എഴുതി നോക്കുകയാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തിന് ആൻസർ 20 നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര കിട്ടും? 10 എന്നായിരിക്കും കിട്ടുക. 1/2 × 5 × 2a² അല്ലേ, 10 കിട്ടും. അതുപോലെ തന്നെ മൂന്നാമത്തിന് ആൻസർ നമ്മൾ എത്രയാണ് പറഞ്ഞത്? 80 ജൂൾ എന്ന് പറഞ്ഞു അല്ലേ. 80 എന്നുള്ളത് കിട്ടി, 80 എന്നുള്ളത് കിട്ടി. ഇനി ലാസ്റ്റത്തെ ആൻസർ 5 ജൂൾ എന്നായിരിക്കും കിട്ടുക. അത് ചെയ്ത് നോക്കാം കേട്ടോ, ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി മാസ് 2 മടങ്ങായി വർദ്ധിക്കുമ്പോൾ ഇവിടെ എന്താണ് വ്യത്യാസം വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മാസ് 2 മടങ്ങ് വർദ്ധിച്ച് നോക്കി നോക്കിയേ. രണ്ടാമത് നോക്കിയാൽ 5ൻ്റെ അല്ലേ, ഈ 5ൻ്റെ 2 മടങ്ങായിട്ട് വർദ്ധിച്ചാണ് 10 എന്ന് പറയുന്നത്. 5ന് 2 മടങ്ങായിട്ട് വർദ്ധിച്ചാണ് 10 എന്നാണ്. 5 × 2 10 അല്ലേ. അപ്പോൾ 5 എന്ന് പറയുന്നത് 2 മടങ്ങായിട്ട് വർദ്ധിച്ചപ്പോൾ 10 ആയി. അപ്പോൾ നമുക്ക് എന്താണ് മാസ് 2 മടങ്ങായിട്ട് വർദ്ധിക്കുമ്പോൾ ഗതികോർജ്ജത്തിൽ എന്ത് മാറ്റമാണ് വരുന്നത് നോക്കി. 10 എന്നുള്ളത് എന്തായി മാറി? 20 ആയി മാറി. 10 എന്നുള്ളത് 20 ആയി മാറി. അതായത് കൈനറ്റിക് എനർജി എന്തായി മാറി? കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജ്ജം ഇരട്ടിയായില്ലേ, ഇരട്ടിയായി. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലായത്? മാസ് 2 മടങ്ങായി വർദ്ധിക്കുമ്പോൾ, മാസ് 2 മടങ്ങായിട്ട് വർദ്ധിക്കുമ്പോൾ കൈനറ്റിക് എനർജി ഗതികോർജ്ജം എന്ന് പറയുന്നത് ഇരട്ടിയായിട്ട് മാറി. നെക്സ്റ്റ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? പ്രവേഗം 3 മടങ്ങായി വർദ്ധിക്കുമ്പോഴോ, പ്രവേഗം 3 മടങ്ങായി വർദ്ധിക്കുമ്പോൾ. പ്രവേഗം എടുത്ത് നോക്കിയേ. പ്രവേഗം ഇതിലെവിടെയാണ് 3 മടങ്ങായിട്ട് വർദ്ധിച്ചിരിക്കുന്നത്? അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. 5 മാസ് നമ്മൾ 5ഉം അതുപോലെ തന്നെ പ്രവേഗം 2 തന്നെ എടുത്ത് നോക്കുകയാണ്. പ്രവേഗം 3 മടങ്ങായിട്ട് വർദ്ധിക്കുമ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻ വരാം? 1/2 mv² എന്നാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്താണ്? 1/2 mv² എന്നാണ്. 1/2 mv² എന്നാണ്. 3 മടങ്ങായിട്ട് വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? 3 മടങ്ങായി വർദ്ധിക്കുമ്പോൾ 1/2 m × 3 മടങ്ങ് പ്രവേഗമാണ് 3 മടങ്ങായത് അല്ലേ. അതായത് 3 × v² എന്നല്ലേ വരാം. 3 × v² എന്നാണ് വരാം. 3 × v² എന്നാണ് വരാം. ഓക്കെ, 3v² എന്നാണ് വരാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ 5 തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1/2 × എന്ത് സംഭവിച്ചു? 1/2 × m എന്ന് പറയുന്നത് എത്രയാണ്? 5 തന്നിട്ടുണ്ട്. 5 × 3 × എത്ര കിട്ടി? v² എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കിവിടെ v എന്ന് പറയുന്നത് എത്രയാണ്? വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് അല്ലേ. അപ്പോൾ 3 × എന്ത് ചെയ്തു? 2² എന്ന് എഴുതി. ഓക്കെ, 3 × 2² എന്ന് എഴുതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തി? 1/2 × 5 × RA² എന്ന് ചെയ്യുമ്പോൾ 1/2 × 5 × RA² എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 90 ജൂൾ എന്ന് കിട്ടും കേട്ടോ. 90 ജൂൾ എന്നാണ് കിട്ടുക. 90 ജൂൾ എന്നാണ് കിട്ടുക. അതായത് നമ്മൾ ഇങ്ങനെ ചെയ്ത് പഠിച്ചിട്ടില്ലെങ്കിലും നമ്മത് അറിയുന്നതിന് വേണ്ടി പറയുന്നതാണ് കേട്ടോ. നമ്മൾ ഡയറക്റ്റായിട്ട് പഠിച്ചു വെച്ചാൽ മതി. പ്രവേഗം 3 മടങ്ങായി വർദ്ധിച്ചപ്പോൾ ഇവിടെ 90 ജൂൾ അല്ലേ കിട്ടിയേക്കുന്നത്. അതായത് നമ്മൾ ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 ആയിരുന്നു ഇതിൻ്റെ ഗതികോർജ്ജത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. 10 ആയിരുന്നു അല്ലേ, 10 ആയിരുന്നു. പക്ഷെ അത് 9 മടങ്ങായിട്ടാണല്ലോ വർദ്ധിച്ചത്. പ്രവേഗം 3 മടങ്ങായപ്പോൾ കൈനറ്റിക് എനർജി ഗതികോർജ്ജം എന്തായി മാറി? 9 മടങ്ങായി 90 ആയി മാറി. 10 × 9 അല്ലേ 90. അപ്പോൾ 9 മടങ്ങായിട്ട് വർദ്ധിച്ചു. അതായത് പ്രവേഗം 3 മടങ്ങായിട്ട് വർദ്ധിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 9 മടങ്ങാകും. 9 മടങ്ങാകും. കൈനറ്റിക് എനർജി എന്ത് സംഭവിക്കും? 9 മടങ്ങാകും. അപ്പോൾ നമ്മൾ പറഞ്ഞു മാസ് 2 മടങ്ങായിട്ട് വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായി സംഭവിച്ചു? കൈനറ്റിക് എനർജി ഇരട്ടിയായി മാറി. എന്നാൽ പ്രവേഗം 3 മടങ്ങായി വർദ്ധിച്ചപ്പോൾ കൈനറ്റിക് എനർജി എന്തായി? 9 മടങ്ങായിട്ട് മാറി. ഇനി പ്രവേഗം പകുതിയാകുമ്പോഴോ? പ്രവേഗം പകുതിയാകുമെന്ന് സംഭവിക്കും. അപ്പോൾ നമുക്ക് ഏത് കേസ് എടുക്കാം ഇതിൽ? ഫസ്റ്റ് നോക്കി. 10 എന്ന് പറയുന്നത് മാസ് നൽകിയിട്ടുണ്ട്. ഒന്നാമത് എന്താണ്? മാസ് 10 ആണ്. വസ്തുവിൻ്റെ പ്രവേഗം 2 നൽകിയിട്ടുണ്ട്. ലാസ്റ്റത് നോക്കുകയാണെങ്കിൽ 10 തന്നെയാണ് വസ്തുവിനെ മാസ് എന്ന് പറയുന്നത്. വസ്തുവിൻ്റെ പ്രവേഗം എത്രയാണ്? 2 നൽകിയിട്ടുണ്ട്. 2 നൽകിയിട്ടുണ്ട്. അപ്പോൾ 1 നൽകിയിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ഈ പ്രവേഗം എന്ന് പറയുന്നത് പകുതിയായിട്ട് മാറില്ല ചെയ്ത് നമുക്ക് ഈ 2 സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിന് ആൻസർ കിട്ടും. അപ്പോൾ നോക്കി ഇവിടെ 10 എന്ന് പറയുന്നത് മാസ്, സെയിം മാസ്സാണ് അല്ലേ. സെയിം മാസ്സാണ് വന്നിരിക്കുന്നത്. സെയിം മാസ്സാണെന്നുണ്ടെങ്കിൽ 10 എന്ന് പറയുന്നത് സെയിം മാസം ഉള്ളത് എടുത്തു നമ്മൾ. അതുപോലെ തന്നെ പ്രവേഗം എന്ന് പറയുന്നത് പകുതിയായതും നമ്മൾ നോക്കിയില്ലേ. അപ്പോൾ 10 ആണ് സെയിം ആണെന്ന് പറഞ്ഞു അല്ലേ. ഈ 2 സിറ്റുവേഷനാണ് നമ്മൾ എടുക്കുന്നത്. മാസ് സെയിം ഉള്ളത് വസ്തുവിൻ്റെ പ്രവേഗം എന്ന് പറയുന്നത് പകുതിയാകാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പകുതിയാകുമ്പോൾ ഇവിടെ എന്താണ് ഗതികോർജ്ജത്തിന് സംഭവിച്ചിരിക്കുന്നത്? 20 ജൂളായത് എന്തായിട്ട് മാറി? 5 ജൂളായിട്ട് മാറി. അതായത് എത്രയാണ് കുറഞ്ഞിരിക്കുന്നത് ഇവിടെ? 20 എന്ന് പറയുന്നത് 5 ജൂളാണെന്നുണ്ടെങ്കിൽ 1/4 മടങ്ങ് ഡിക്രീസ് ചെയ്തു അല്ലേ. എന്താണ് വരുന്നത്? 1/4 മടങ്ങ് ഡിക്രീസ് ചെയ്തു. 1/4 മടങ്ങ് ഡിക്രീസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ മനസ്സിലായത്? മാസ് 2 മടങ്ങായിട്ട് വർദ്ധിക്കും
വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി എന്ത് സംഭവിച്ചു? മാസ് 2 മടങ്ങായിട്ട് വർദ്ധിച്ചപ്പോൾ കൈനറ്റിക് എനർജി എന്ത് സംഭവിച്ചു? ഇരട്ടിയായിട്ട് മാറി അല്ലേ? മാസ് 2 മടങ്ങായിട്ട് വർദ്ധിച്ചപ്പോൾ കൈനറ്റിക് എനർജി എന്തായിട്ട് മാറി? ഇരട്ടിയായി മാറി. ഇനി പ്രവേഗം 3 മടങ്ങായിട്ട് വർദ്ധിച്ചപ്പോഴോ? പ്രവേഗം 3 മടങ്ങായിട്ട് വർദ്ധിച്ചപ്പോൾ 9 മടങ്ങായിട്ട് മാറി കൈനറ്റിക് എനർജി. ഇനി പ്രവേഗം പകുതിയാകുമ്പോഴോ? 1/4 അല്ലേ? 1/4 ഡിക്രീസ് ചെയ്തു. അത് നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ നമ്മൾ ജസ്റ്റ് 2 വാല്യൂസ് ഇട്ട് കൊടുത്ത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കിട്ടും, അല്ലെങ്കിൽ ഇത് കാണാപ്പാഠം പഠിച്ചിരിക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഏതെങ്കിലും 2 വാല്യൂസ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നോക്കിയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, എന്താണ് നൽകിയിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഒരു മോട്ടോർ സൈക്കിൾ യാത്രക്കാരൻ 10 മീറ്റർ/സെക്കൻഡ് വേഗത്തിൽ നേർദിശയിൽ സഞ്ചരിക്കുന്നു. മോട്ടോർ സൈക്കിളിനും യാത്രക്കാരനും കൂടിയുള്ള മാസം 300 കിലോഗ്രാം ആണ് നൽകിയിട്ടുണ്ട്. മോട്ടോർ സൈക്കിളിനും യാത്രക്കാരനെയും കൂടിയുള്ള ഗതികോർജ്ജം എത്രയായിരിക്കും? അപ്പോൾ നമുക്കറിയാം ഇക്വേഷൻ എന്താണ്? കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ½ mv². ½ mv² അല്ലേ? ½ mv² ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ½ mv² ആണ്. അപ്പോൾ ½ ഇൻറ്റു എം എന്ന് പറയുന്നത് എത്രയാണ്? എം എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 10 മീറ്റർ/സെക്കൻഡ് വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. മാസം 300 കിലോഗ്രാം ആണ് നൽകിയിട്ടുണ്ട്. 300 ഇൻറ്റു എത്രയാണ് വരിക? ½ 300 ഇൻറ്റു ഇനി v² അല്ലേ? v² എന്ന് പറയുമ്പോൾ v എന്ന് പറയുന്നത് 10 മീറ്റർ/സെക്കൻഡ് ആണ്. v² എന്ന് പറയുമ്പോൾ 10² എന്ന് വരും അല്ലേ? 10² എന്ന് വരും. അതായത് ½ ഇൻറ്റു 300 ഇൻറ്റു എത്ര വരും? 10 ഇൻറ്റു 10 100 എന്ന് വരും അല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ എത്രയാണ് വരുന്നത്? ആൻസർ എത്ര വരും? 15,000 അല്ലേ? 15,000 ആണ് ആൻസർ വരുന്നത്. എത്രയാണ്? 15,000 എന്നുള്ളത് കിട്ടി. 15,000 ആണെന്നുള്ളത് കിട്ടി. അതായത് ആദ്യത്തേൻ്റെ ആൻസർ നമുക്ക് 15,000 ആണ് കിട്ടി. മോട്ടോർ സൈക്കിളിനെയും യാത്രക്കാരനെയും കൂടിയുള്ള ഗതികോർജ്ജമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുത്തു. കറക്റ്റ് വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. ½ ഇൻറ്റു mv² ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. എം എന്ന് പറയുന്നത് എത്രയാണ്? 300 കിലോഗ്രാം ആണ്. ബി എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 300 ഇൻറ്റു 10² ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 15,000 എന്നുള്ളത് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ? നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വേഗം 2 മടങ്ങായി വർദ്ധിപ്പിച്ചപ്പോൾ ഗതികോർജ്ജം എത്രയാണ്? വേഗം 2 മടങ്ങായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 300 കിലോഗ്രാം ആണ് നമുക്ക് തന്നിട്ടുണ്ട്. മാസ് എന്ന് പറയുന്നത് 300 കിലോഗ്രാം ആണ്. ഇനി വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? 10 മീറ്റർ/സെക്കൻഡ് ആണ് തന്നിരിക്കുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ എന്താണ്? 2 മടങ്ങായി വർദ്ധിപ്പിച്ചത്. അതായത് 10 ഇൻറ്റു 2 അല്ലേ? 2 മടങ്ങായിട്ട് വർദ്ധിപ്പിച്ചാൽ എത്രയാണ് വരിക? 10 ഇൻറ്റു 2 എന്ന് പറയുന്നത് എത്രയാണ്? 20 മീറ്റർ/സെക്കൻഡ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഗതികോർജ്ജം കാണാൻ നമുക്ക് ½ mv² ആണ്. ½ mv² ½ ഇൻറ്റു എം എന്ന് പറയുന്നത് എത്രയാണ്? 300 ആണ്. 300 ഇൻറ്റു 20 അല്ലേ? വി എന്ന് പറയുന്നത് 20 ആണ്. 20² വരും അല്ലേ? 20² എന്നുള്ളത് വരും. അപ്പോൾ 20² ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ വരാം? ചെയ്യുമ്പോൾ എത്ര വരും? 20 ഇൻറ്റു 20² ചെയ്യുമ്പോൾ എത്ര വരും? 60,000 അല്ലേ? 60,000 ജൂൾ എന്നായിരിക്കും വരിക. ആൻസർ എത്രയാണ് വരിക? 60,000 ജൂൾ എന്നാണ് വരുന്നത്. 60,000 ജൂൾ എന്നാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തിന് ആൻസർ 15,000 ജൂളായിരുന്നു. രണ്ടാമത്തെ ആൻസർ എന്നാണ് 60,000 ജൂളാണ്. അതായത് 4 ടൈംസ് ആണ് അല്ലേ? 4 ടൈംസ് ആണ്. വേഗം 2 മടങ്ങായി വർദ്ധിച്ചപ്പോൾ ഗതികോർജ്ജം എത്രയാണ്? എത്ര ടൈംസ് ആണ് വർദ്ധിപ്പിച്ചെന്ന് ചോദിക്കുകയാണെങ്കിൽ, എത്ര മടങ്ങെന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 4 ടൈംസ് ആണ്. 4 ടൈംസ് ആണ് വർദ്ധിപ്പിച്ചത്. അപ്പോൾ ഒക്കെയാണല്ലോ. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിലിട്ട് കൊടുക്കുക. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വേഗം 2 മടങ്ങായി വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഇൻറ്റു 2 ചെയ്യണം. അത് മാത്രമാണ് ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഒരു അത്ലറ്റ് 6 കിലോഗ്രാം മാസുള്ള ഷോട്ട് 12 മീറ്റർ/സെക്കൻഡ് വേഗത്തിൽ എറിയുന്നു. ഈ അവസരത്തിൽ ഷോട്ടിൻ്റെ ഗതികോർജ്ജം എത്രയായിരിക്കും? ഡയറക്റ്റ് ഇട്ട് കൊടുക്കാവുന്നതാണല്ലോ അല്ലേ? ½ mv² എന്ന് പറയുമ്പോൾ ½ ഇൻറ്റു 6 ഇൻറ്റു 12² എന്ന് ചെയ്യുക. 2 6 3 അല്ലേ? 3 ഇൻറ്റു 12² ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? 3 ഇൻറ്റു 12² അല്ലേ? 3 ഇൻറ്റു 12² എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 432 ജൂളാണ് കേട്ടോ കിട്ടുക. 432 ജൂളിൽ നിന്ന് കിട്ടും. 432 ജൂളിൽ നിന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 0.5 കിലോഗ്രാം മാസുള്ള ഒരു ബോൾ തറനിരപ്പിൽ നിന്നും നിശ്ചിത ഉയരത്തിൽ സ്ഥിതി ചെയ്യണം. ഈ ബോളിലെ സ്ഥിതികോർജ്ജം 98 ജൂൾ ആണെങ്കിൽ ബോൾ എത്ര ഉയരത്തിലായിരിക്കും? അപ്പോൾ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഉയരാണല്ലേ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? മാസ് തന്നിട്ടുണ്ട്. ഇവിടെ ഇതാ മാസ് അല്ലേ? മാസ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? മാസ് എത്രയാണ് തന്നിരിക്കുന്നത് നോക്കിയേ. 0.5 അല്ലേ? മാസ് എന്ന് പറയുന്നത് 0.5 ആണ് തന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ? സ്ഥിതികോർജ്ജം 98 ജൂളാണ് തന്നിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എത്രയാണ്? 98 ജൂളാണ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രയാണ്? ഉയരമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്താണ്? സ്ഥിതികോർജ്ജം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഇത്ര നേരം പഠിച്ചിട്ടുള്ളത് എന്തായിരുന്നു? സ്ഥിതികോർജ്ജം കാണാനുള്ള ഇക്വേഷൻ mgh അല്ലേ? mgh ആണ്. അപ്പോൾ m എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. എത്രയാണ് m എന്ന് പറയുന്നത്? 0.5 ആണ്. 0.5 ആണ് m എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ 0.5നെ
എം ജി എച്ച്, അതായത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ട് പി ഈസ് ഈക്വൽ ടു ആണല്ലോ എം ജി എച്ച്, പി ഈസ് ഈക്വൽ ടു എം ജി എച്ച് എന്ന് തന്നിട്ടുണ്ട്. നമുക്കിവിടെ എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. എച്ച് ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഒന്ന് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കാം. എച്ച് എന്ന് പറയുന്നത് അവിടെ നിർത്തുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ബൈ എം ജി എന്ന് വരും. പൊട്ടൻഷ്യൽ എനർജി ബൈ എം ജി എന്ന് വരും. അതായത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 98 ആണ് തന്നിരിക്കുന്നത്. 98 ബൈ എന്താണ് എം ജി എന്ന് പറയുന്നത് എത്രയാണ്? എം ജി എന്ന് പറയുന്നത് എത്രയാണ്? 0.5 അല്ലേ? 0.5 ഇൻറ്റു എം എന്ന് പറയുന്നത് 0.5 ആണ്. നമുക്ക് ജിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 9.8 ആയിട്ട് എടുക്കണമെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ 9.8 ഇൻറ്റു 9.8 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര വരും? ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയേ എത്ര വരും? 20 മീറ്റർ എന്ന് വരും കേട്ടോ. 20 മീറ്റർ ആണ്. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് എത്രയാണ് കിട്ടുക? 20 മീറ്റർ എന്നാണ് കിട്ടുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ ചെയ്തത്? പൊട്ടൻഷ്യൽ എനർജി കാണുന്നതിനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു വയ്ക്കണം. നമുക്ക് ഇവിടെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഈ സ്ഥിതികോർജ്ജം എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ എച്ച് കണ്ടുപിടിക്കുകയാണ്. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി എച്ച് ആണ്. നമുക്ക് എച്ച് കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? എച്ചിനെ അവിടെ നിർത്തിയില്ല. എച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്തി? പൊട്ടൻഷ്യൽ എനർജി ബൈ എം ജി നേടി. എച്ചിനെ അവിടെ നിർത്തി. അപ്പോൾ നമുക്ക് 98 ബൈ 0.5 ഇൻറ്റു 9.8 കിട്ടിയത് 20 എം എച്ച് എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ, ക്ലിയർ ആയല്ലോ? 20 മീറ്റർ എന്നാണ് ആൻസർ കിട്ടുന്നത്. നെക്സ്റ്റ് എന്താണ്? ബോൾ സ്വതന്ത്രമായി താഴേക്ക് പതിക്കുകയാണെങ്കിൽ തറയിൽ പതിക്കുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ ഗതികോർജ്ജം എത്രയായിരിക്കും? തറയിൽ പതിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഗതികോർജ്ജം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഗതികോർജ്ജത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് ഗതികോർജ്ജത്തിൻ്റെ ഇക്വേഷൻ? കൈനറ്റിക് എനർജി കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ് നമ്മൾ പറഞ്ഞത്? ഹാഫ് എം വി സ്ക്വയർ അല്ലേ? ഹാഫ് എം വി സ്ക്വയർ ആണ് ഗതികോർജ്ജം കാണുന്നതിനുള്ള ഇക്വേഷൻ. നമുക്ക് അതുപോലെ തന്നെ നമുക്കറിയാം വി എന്ന് പറയുന്നത് വി സ്ക്വയർ നമുക്ക് ഒരു ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണല്ലോ. വി സ്ക്വയർ കാണുന്ന ഇക്വേഷൻ നമുക്കറിയാലോ അല്ലേ? എന്താണ്? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. നമുക്ക് അന്ത്യപ്രവേഗം ആദ്യപ്രവേഗം കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്വതന്ത്രമായി പതിക്കുകയാണെങ്കിൽ തറയിൽ പതിക്കുന്നതിന് തൊട്ട് മുമ്പ് അതിനെ ഗതികോർജ്ജമാണ് ചോദിച്ചിരിക്കുന്നത്. തൊട്ട് മുമ്പാണല്ലോ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഗതികോർജ്ജത്തെ? നമുക്ക് വി സ്ക്വയറിൽ അന്ത്യപ്രവേഗം ഇവിടെ നമുക്ക് കണ്ടുപിടിക്കണം. ഹാഫ് എം വി സ്ക്വയർ ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. വി നമുക്കറിയില്ല. വി നമുക്ക് കണ്ടുപിടിക്കുന്നതിന് നമ്മുടെ ഇക്വേഷൻ നമുക്ക് വേറെ ഒരെണ്ണം അറിയാം. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ചലന സമവാക്യങ്ങൾ പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്. 3 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊരു ഇക്വേഷനാണ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ നമുക്ക് വി സ്ക്വയർ കണ്ടുപിടിക്കണം. വി സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു തറയിൽ പതിക്കുന്നതിന് തൊട്ട് മുമ്പാണെന്ന് പറഞ്ഞു അല്ലേ? എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? എന്താണ്? ബോൾ സ്വതന്ത്രമായി താഴേക്ക് പതിക്കുകയാണ്. ഇത് ആദ്യം തന്നെ വെറുതെ നിൽക്കുകയായിരുന്നു, പിന്നെയാണ് ഇത് പതിക്കേണ്ടത്. അപ്പോൾ അവിടെ ഫസ്റ്റ് പ്രവേഗം ആദ്യ പ്രവേഗം എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം അതവിടെ ചലനമില്ലാതെ നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ 0 പ്ലസ് എന്ന് നമുക്ക് 0 സ്ക്വയർ പ്ലസ് നമുക്ക് എന്ത് ചെയ്യാം? 2 ഇൻറ്റു എ എന്ന് പറയുന്നത് എത്രയാണ്? 9.8 അല്ലേ? എക്സലറേഷൻ എന്ന് പറയുന്നത് 9.8 ആണ് നമ്മൾ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ഇൻറ്റു എ ഇൻറ്റു നമുക്ക് എത്രയാണ്? എസ് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? എസ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്? എച്ച് നമുക്ക് കിട്ടിയില്ലേ? നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എച്ച് എന്ന് പറയുന്നത് 20 ആണെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എച്ച് എന്ന് പറയുന്നത് എത്രയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു? 20 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 9.8 ഇൻറ്റു 20 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ചെയ്യുമ്പോൾ 392 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കിട്ടുക. 392 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് ഇത് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് വി സ്ക്വയർ കിട്ടിയില്ലേ? നമുക്ക് ഹാഫ് എം വി സ്ക്വയർ ആണ് നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത്. വി നമുക്കറിയില്ല. വി കാണുന്നതിനായിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ഓൾറെഡി അറിയാം. ആ വി സ്ക്വയറിൽ നമ്മൾ വി സ്ക്വയറിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എത്ര കിട്ടി? 392 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ഇനി നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാമല്ലേ? ഹാഫ് എം വി സ്ക്വയർ ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഹാഫ് എം വി സ്ക്വയർ ആണ്. ഹാഫ് ഇൻറ്റു എം എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് തന്നിട്ടുണ്ട്? 0.5 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇൻറ്റു വി സ്ക്വയർ നമുക്ക് എത്രയാണ് കിട്ടിയത്? 392 കിട്ടി. ഹാഫ് എം വി സ്ക്വയറിലെ 0.5 ഇൻറ്റു 392 നമ്മൾ കിട്ടി. അപ്പോൾ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയാണ് കിട്ടുക? 98 ജൂൾ എന്നാണ് കിട്ടുക. 98 ജൂൾ എന്നാണ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. 98 ജൂൾ എന്നാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നമുക്ക് 2 ഇക്വേഷൻസ് പ്രധാനമായും പഠിക്കണം അല്ലേ? അതായത് കൈനറ്റിക് എനർജി കാണുന്ന ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ ആണ്. അതുപോലെ വി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ചോദിക്കാറുണ്ട്. വി നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ്. ഇപ്പോൾ തറയിലിരിക്കുകയാണ്, ഒരു വസ്തു ചലിക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രവേഗം ആദ്യത്തെ പ്രവേഗം എന്ന് പറയുന്നത് 0 ആയിരിക്കും പഠിച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ ഇക്വേഷൻ നമുക്കൊരു ആൻസർ കിട്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഹാഫ് എം വി സ്ക്വയറിൽ ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരാം. അതുപോലെ തന്നെ സ്ഥിതികോർജ്ജം കാണുന്ന ഇക്വേഷൻ എന്താണ്? mgh ആണെന്നുള്ളതും കണ്ടുപിടിക്കാം. ഈ 2 ഇക്വേഷൻസും ഈ 3 ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ച് വയ്ക്കുക. എന്നാൽ
മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ഇത്ര ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഈ ഊർജ്ജ പരിവർത്തനം എന്താണ്? എനർജി ട്രാൻസ്ഫോർമേഷൻ അല്ലേ. വൈദ്യുതി ഉപയോഗിച്ച് ബൾബുകൾ പ്രകാശിപ്പിക്കാറുണ്ട് അല്ലേ. മോട്ടോർ പമ്പ് ഉപയോഗിച്ച് ജലം പമ്പ് ചെയ്യാറില്ലേ. നിത്യജീവിതത്തിൽ ഊർജ്ജത്തെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റേണ്ടി വരുമെന്ന് കണ്ടല്ലോ. ഇത് എളുപ്പമാക്കാൻ നാം പലതരത്തിലുള്ള യന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഏതാനും യന്ത്രങ്ങളും അവയിലെ ഊർജ്ജമാറ്റവും എഴുതി നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഊർജ്ജ പരിവർത്തനം ഒരു ഊർജ്ജത്തിൽ നിന്ന് മറ്റൊരു ഊർജ്ജത്തിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വൈദ്യുത മോട്ടോറിൽ വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറും? യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നുണ്ട് അല്ലേ. മോട്ടറിലാണെന്നുണ്ടെങ്കിൽ വൈദ്യുതോർജ്ജം എന്തായിട്ടാണ് മാറുന്നത്? യാന്ത്രികോർജ്ജമായിട്ടാണ് മാറുന്നത്. ഇനി എന്താണ് കാറുകൾ ചോദിച്ചിട്ടുണ്ടല്ലോ. കാറിലാണെന്നുണ്ടെങ്കിൽ രാസോർജ്ജം ഗതികോർജ്ജമായിട്ടാണ് മാറുന്നത്. കാറിലാണെങ്കിൽ രാസോർജ്ജം ഗതികോർജ്ജമായിട്ടാണ് മാറുന്നത്. അതുപോലെ തന്നെ ജനറേറ്ററിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മോട്ടോറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാക്കി മാറ്റാണ് ചെയ്യുന്നത്. ഇനി മിക്സിയിലാണെന്നുണ്ടെങ്കിൽ എന്തായിട്ടാണ് മാറുന്നത്? മിക്സിയിൽ എന്തായിട്ടാണ് മാറുന്നത്? ഇനി അതുപോലെ തന്നെ മിക്സിയിൽ എങ്ങനെയായിട്ടാണ് മാറുന്നതെന്ന് പറഞ്ഞു നോക്കിയേ. മിക്സി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? കറണ്ടിലാണ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യാണ്? വൈദ്യുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വൈദ്യുതോർജ്ജം എന്ന് പറയുന്നത് ഇത് എന്താ പറയുക ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയാം അല്ലേ. വൈദ്യുതോർജ്ജം നമ്മൾ എന്തായിട്ട് മാറ്റുന്നുണ്ട്? വൈദ്യുതോർജ്ജം നമ്മൾ എന്തായിട്ട് മാറാണ് ചെയ്യുന്നത്? യാന്ത്രികോർജ്ജമായിട്ട് മാറാണ്, അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറാണ്. അതായത് വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറാണ് എന്ത് ചെയ്യുന്നത്? മിക്സിയിൽ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. നിങ്ങൾക്ക് ധാരാളം കളിപ്പാട്ടങ്ങൾ പരിചിതമാണല്ലോ. ഇപ്പോൾ ഓരോന്നിനും ഊർജ്ജ പരിവർത്തനം എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ബലൂൺ ടോയ് കാർ നൽകിയിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒരു പിക്ചറിൽ ബലൂൺ ടോയ് കാർ നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ബലൂൺ കാർ നിർമ്മിക്കുക. ഇതിൽ ബലൂണിനെ ടോയ് കാറിനെ ചലിപ്പിക്കാൻ ആവശ്യമായ ഊർജ്ജം എങ്ങനെയാണ് ലഭിക്കുന്നത്? അപ്പോൾ ഈ ബലൂണിനെ ടോയ് കാറിന് ചലിപ്പിക്കണം. അതിനാവശ്യമായ ഊർജ്ജം എവിടെ നിന്നാണ് ലഭിക്കുന്നുണ്ടായിരിക്കുക? അപ്പോൾ പിക്ചറിൽ നമുക്ക് കാർ നൽകിയിട്ടുണ്ട്. പിന്നെ മുകളിൽ നിന്നാണ് ഒരു ബലൂൺ നൽകി കെട്ടി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ബലൂൺ എന്ന് പറയുന്നത് ഈ കാർ ചലിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ബലൂൺ ഇപ്പോൾ വീർപ്പിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതിനെ കാറ്റ് അഴിച്ച് വിടാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എയർ ഇങ്ങോട്ട് പുറത്തേക്ക് പോകും അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് ഈ കാർ അങ്ങോട്ടേക്ക് പോകും, കാർ ഫ്രണ്ടിലേക്ക് പോകും. അതായത് നമ്മൾക്ക് ബലൂണിൽ നിന്നും വീർപ്പിച്ച് വെച്ച ബലൂണായത് അത് വിടാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഈ കാറ് മുന്നോട്ടേക്ക് ചലിപ്പിക്കുവാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ ഊർജ്ജം ലഭിക്കുന്നത്. ഇനി ബലൂൺ ഊതി വീർപ്പിക്കുമ്പോൾ ബലൂണിൻ്റെ റബ്ബറിന് എന്ത് മാറ്റമാണ് ഉണ്ടായിരിക്കുക? ബലൂൺ ഊതി വീർപ്പിക്കുമ്പോൾ ബലൂണിൻ്റെ റബ്ബറിന് എന്ത് മാറ്റമാണ് ഉണ്ടായിരിക്കുക? അപ്പോൾ ബലൂൺ ഊതി വീർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയില്ലേ, കുറച്ചും കൂടിയും ആ ബലൂണിൻ്റെ ആ സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി വലിയാണ് ചെയ്യുക അല്ലേ. ഇത് ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. കോൺഫിഗറേഷനിൽ വ്യത്യാസമാണ് സംഭവിക്കുകയെന്ന് പറയാം. എന്ന് പറയാം കോൺഫിഗറേഷനിലാണ് ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നതെന്ന് നമുക്ക് പറയാം. വീർപ്പിച്ച ബലൂണിൽ പ്രധാനമായും ഏത് ഊർജ്ജമാണുള്ളത്? വീർപ്പിച്ച ബലൂൺ, അതായത് നമ്മൾ ബലൂൺ വീർപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് അത് ഒന്നും ചെയ്യണില്ല കേട്ടോ, വീർപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ അനങ്ങുന്നുണ്ടോ? ഇല്ല അല്ലേ, നമുക്ക് അത് ചലിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്ഥിതികോർജ്ജമാണോ അതുപോലെ ഗതികോർജ്ജമാണ് ഉണ്ടായിരിക്കുക? ഇതായിരിക്കും സ്ഥിതികോർജ്ജമാണ് ഉണ്ടായിരിക്കുക. സ്ഥിതികോർജ്ജം പൊട്ടൻഷ്യൽ എനർജി സ്ഥിതികോർജ്ജമാണ് ഇവിടെ ഉണ്ടായിരിക്കുക, കാരണം അത് ചലിക്കുന്നില്ല. ഇനി ഊർജ്ജത്തിൽ കാർ ചലിക്കുമ്പോൾ ഊർജ്ജത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായിരിക്കുക? കാർ ചലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണെന്ന് പറഞ്ഞു? ഗതികോർജ്ജമാണ് അല്ലേ, കൈനറ്റിക് എനർജിയാണെന്ന് പറഞ്ഞു. ഗതികോർജ്ജത്തിലാണ് അവിടെ മാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് മനസ്സിലായി? ടോയ് കാറിലെ ബലൂണിൽ സ്ഥിതികോർജ്ജം ഗതികോർജ്ജമായിട്ട് മാറുന്നുണ്ട്. നമ്മൾ ബലൂൺ അറിയിച്ച് വിടാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ടോയ് കാറിലെ ബലൂൺ എന്ത് സംഭവിക്കും? സ്ഥിതികോർജ്ജം എന്തായിട്ട് മാറുന്നുണ്ട്? ഗതികോർജ്ജമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരു കാർ നിർമ്മിക്കാനൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഊർജ്ജ പരിവർത്തനം എങ്ങനെയാണ് ടോയ് കാറിൽ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് മനസ്സിലായി. അങ്ങനെ പല ഊർജ്ജ സംരക്ഷണ അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഊർജ്ജ സംരക്ഷണ നിയമം പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഊർജ്ജ പരിവർത്തനമൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഇനി എന്താണ് ഊർജ്ജ സംരക്ഷണ നിയമം? ലോ ഓഫ് കൺസർവേഷൻ എനർജി എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കെട്ടിടങ്ങളും പാലങ്ങളും നിർമ്മിക്കുമ്പോൾ അടിത്തറ ഉറപ്പിക്കുന്നതിനായി ചെയ്യുന്ന പൈലിംഗ് പ്രവർത്തനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് കെട്ടിടങ്ങളും പാലങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ അടിയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പൈലിംഗ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പൈലിംഗ് യന്ത്രത്തിലെ ഹാമർ ശക്തിയായി പൈലിൽ പതിക്കുന്നതിന് ഫലമായിട്ടാണ് ഈ കുഴി ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ കുഴി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ഹാമർ കൊണ്ട് നന്നായിട്ട് അടിക്കണം അല്ലേ. ഹാമർ ശക്തിയായിട്ട് ഈ പൈലിൽ നന്നായിട്ട് അടിക്കണം, എന്നാൽ മാത്രമാണ് അവിടെ ഇത്രയും വലിയ കുഴി ഉണ്ടാകുള്ളൂ. പൈലിംഗ് യന്ത്രത്തിലെ ഹാമർ മുകളിലായിരിക്കുമ്പോൾ ഹാമറിൻ്റെ സ്ഥിതികോർജ്ജം കണക്കാക്കാം എന്നാണ് പറയുന്നത്. അതായത് സ്ഥിതികോർജ്ജം എങ്ങനെയാണ് കണക്കാക്കുന്നത്? പൈലിംഗ് യന്ത്രത്തിലെ ഹാമർ മുകളിലായിരിക്കുമ്പോൾ എങ്ങനെയാണ് സ്ഥിതികോർജ്ജം കണക്കാക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹാമറിൻ്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട് 1000 കിലോഗ്രാം എന്ന് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 10 മീറ്ററാണ് ഹാമറിൻ്റെ ഉയരം
എന്ന് നൽകിയിട്ടുണ്ട്, എല്ലാം നമുക്ക് നൽകിയിട്ടുണ്ട് അല്ലേ. മാസ് നൽകിയിട്ടുണ്ട്, ഉയരം നൽകിയിട്ടുണ്ട്. ജി എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ സ്ഥിതികോർജ്ജം കാണുന്ന ഇക്വേഷൻ എന്താണ്? mgh ആണ് അല്ലേ. mgh ആണ്. m എന്ന് പറയുന്നത് എത്രയാണ്? m എന്ന് പറയുന്നത് 1000 തന്നിട്ടുണ്ട്. അപ്പോൾ 1000 കിലോഗ്രാം ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി g എന്ന് പറയുന്നത് എത്രയാണ്? 9.8 ആണ് നൽകിയിട്ടുണ്ട്. h എന്ന് പറയുന്നത് 10 മീറ്റർ ആണ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? എത്ര കിട്ടും? 98,000 ജൂൾ എന്ന് കിട്ടും അല്ലേ. 98,000 ജൂൾ എന്ന് കിട്ടും. 9.8 × 10 ചെയ്യുമ്പോൾ 98 എന്ന് കിട്ടും. 98 × 1000 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 98,000 ജൂൾ എന്നാണ് സ്ഥിതികോർജ്ജം കിട്ടുന്നത്. ഹാമർ ആദ്യ സ്ഥാനത്തായിരിക്കുമ്പോൾ ഹാമർ ചലിക്കാത്തതിനാൽ അവിടെ ഗതികോർജ്ജം ഉണ്ടായിരിക്കില്ല. നമ്മൾ അത് ചലിക്കുന്നില്ല. അതിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ഫസ്റ്റ് ഹാമർ മുകളിലായിരിക്കും, അത് ചലിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ചലിക്കുകയാണെന്നുണ്ടെങ്കിലോ അതിനാൽ ആകെ ഊർജ്ജം കാണുന്ന ഇക്വേഷനാണ് പറയുന്നത്. ആകെ ഊർജ്ജം കാണുന്നതിനുള്ള ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ആകെ ഊർജ്ജം കണ്ടുപിടിക്കാം? സ്ഥിതികോർജ്ജം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു ഫസ്റ്റ് നമ്മളിത് റെസ്റ്റ് ആയിരിക്കുമ്പോൾ, അതായത് ഹാമർ മുകളിലായിരിക്കുമ്പോൾ റെസ്റ്റ് ആണല്ലേ, അവിടെ ചലിക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഗതികോർജ്ജം എന്നത് 0 ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആകെ ഊർജ്ജം കണ്ടുപിടിക്കുന്നതിനായിട്ട് സ്ഥിതികോർജ്ജം പ്ലസ് ഗതികോർജ്ജം ചെയ്താൽ മതി. സ്ഥിതികോർജ്ജം നമ്മൾ കണ്ടുപിടിച്ചത് എത്രയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? 98,000 എന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. 98,000 എന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. പ്ലസ് ഗതികോർജ്ജം എന്ന് പറയുന്നത് 0 ആണല്ലേ, അവിടെ ചലിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുക? 98,000 തന്നെ കിട്ടും അല്ലേ. 98,000 തന്നെ ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി ഹാമർ പൈലിൽ പതിക്കുമ്പോൾ സ്ഥിതികോർജ്ജം ഗതികോർജ്ജമായിട്ട് മാറുന്നു. പറഞ്ഞു നേരത്തെ ഒന്നും സംഭവിക്കുന്നില്ല, ജസ്റ്റ് മുകളിലായിട്ട് ഈ റെസ്റ്റിലിരിക്കുകയായിരുന്നു. പക്ഷെ അത് പതിക്കുകയാണ് അല്ലെങ്കിൽ ചലിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിതികോർജ്ജം എന്തായിട്ട് മാറുന്നുണ്ട്? ഗതികോർജ്ജമായിട്ട് മാറുന്നുണ്ട്. ഇനി പൈലിൻ്റെ മുകൾ ഭാഗം താഴ്ന്ന് തറനിരപ്പിലെത്തുന്ന സാഹചര്യമാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മൾ ചലിക്കുന്ന ഒരു സാഹചര്യമാണ് നോക്കുന്നത്. ഹാമർ തറനിരപ്പിലുള്ള പൈലിനെ മുകളിൽ സ്പർശിക്കുമ്പോൾ ഹാമറിൻ്റെ പ്രവേഗം പരമാവധി ആയതിനാൽ ഗതികോർജ്ജം പരമാവധി ആയിരിക്കും. ഗതികോർജ്ജം കാണാനുള്ള ഇക്വേഷൻ എന്നാണ് ½ mv² ആണ്. നമുക്ക് v കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? v² = u² + 2as എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്കല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? u² + 2gh എന്ന് എഴുതാം. v² = u² + 2as എന്ന് എന്ത് എഴുതാം? u² + 2gh എന്നും നമുക്ക് എഴുതാം. അതായത് a എന്ന് പറയുന്നത് നമ്മൾ എവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? g എന്നുള്ള വാല്യൂ കൊടുത്തു അല്ലേ. 2 × a എന്ന് പറയുന്നത് നമ്മൾ g എന്ന് കൊടുത്തു. s എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ്, സ്ഥാനാന്തരം, അല്ലെങ്കിൽ അവിടെ ചലിക്കുന്ന ആ ഹൈറ്റ് അല്ലേ. നമുക്കിവിടെ h ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2gh എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ ആണല്ലോ. ഇവിടെ വരെ ക്ലിയർ ആണല്ലോ. ഇനി ഹാമറിൻ്റെ ആദ്യ പ്രവേഗം u എന്ന് പറയുന്നത് ആദ്യ പ്രവേഗമാണല്ലേ. ഫസ്റ്റ് ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് ചലിക്കുന്നില്ല, ഫസ്റ്റ് ഒന്നും സംഭവിക്കുന്നില്ല അവിടെ. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 0 ആയിരിക്കും അല്ലേ. നമ്മൾ തറയിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 0 ആണ്. ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഫസ്റ്റ് പ്രവേഗം എന്ന് പറയുന്നത് ആദ്യ പ്രവേഗം u എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഇനി v² എന്ന് പറയുന്നത് എത്രയായിരിക്കും? v² എന്ന് പറയുന്നത് എത്രയായിരിക്കും? v² എന്ന് പറയുന്നത് എത്രയായിരിക്കും? v² എന്ന് പറയുന്നതാണ് u² + 2gh ആണ്. u² എന്ന് പറയുമ്പോൾ എന്താണ്? 0² അല്ലേ. ഈ v² = u² + 2gh ആണ്. മുമ്പത്തെ ഇക്വേഷൻ നമ്മൾ കണ്ടു. +2 അല്ലേ. 2 × g എന്ന് പറയുന്നത് എത്രയാണ്? 9.8 അല്ലേ. 9.8 × h എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കിവിടെ നൽകിയിരിക്കുന്നത് എത്രയാണ്? h എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ അല്ലേ. ഇവിടെ 10 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 10 എഴുതി. 0² + 2 × 9 8 × 10 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? ആൻസർ എത്രയാണ് കിട്ടുക? 196 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 196 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കിട്ടുക. 196 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കിട്ടുക. ഇനി അപ്പോൾ ഗതികോർജ്ജം കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. ½ mv², ½ × m എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? ½ m എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുള്ളത്? 1000 എന്നല്ലേ തന്നിട്ടുള്ളത്. ഇവിടെ ഇവിടെ നമുക്ക് 1000 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ½ × 1000 അല്ലേ. ½ × 1000 × v² നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. 196 ആണ് കണ്ടുപിടിച്ചു. അപ്പോൾ എത്രയാണ് ആൻസർ വരിക? 98,000 ആൻസർ വരും. 98,000 എന്നാണ് ആൻസർ വരിക അല്ലേ. 196 പകുതി എടുത്തിട്ട് ഇൻറ്റു ചെയ്യാം അല്ലേ. 98. അപ്പോൾ 98,000 എന്നുള്ളത് ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്തത്? ½ mv² ഗതികോർജ്ജം കണ്ടുപിടിച്ചു. നമ്മൾ സ്ഥിതികോർജ്ജം ആദ്യം കണ്ടുപിടിച്ചു, അതിന് ശേഷം ഗതികോർജ്ജം കണ്ടുപിടിച്ചു. ഗതികോർജ്ജം കാണാനായിട്ട് നമ്മൾ v² = u² + 2as എന്ന ഇക്വേഷനിലിട്ട് കൊടുത്തു. ഒന്നിനാണെന്നുണ്ടെങ്കിൽ ആ 2as എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് എന്ത് എഴുതാം? gh എന്ന് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. മനസ്സിലായാൽ മതി കാര്യം. അങ്ങനെ നമുക്കറിയാം u എന്ന് പറയുന്നത് ജസ്റ്റ് തുടങ്ങുന്ന ഒരു സമയമാണ്. ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് 0 ആണ്. അതിനുശേഷം നമ്മൾ ഇക്വേഷനിലിട്ട് കൊടുത്തിട്ട് ഗതികോർജ്ജം കണ്ടുപിടിച്ചു. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ്, തറനിരപ്പിലുള്ള പൈലിൽ ഹാമർ സ്പർശിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആകെ ഊർജ്ജം എന്ന് പറയുന്നത്
തറനിരപ്പിൽ സ്പർശിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സ്ഥിതികോർജ്ജം പ്ലസ് തറനിരപ്പിൽ സ്പർശിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഗതികോർജ്ജം ആയിരിക്കും. അതായത് ആകെ ഊർജ്ജം കണ്ടുപിടിക്കുന്നതിനായിട്ട് തറനിരപ്പിൽ പതിക്കുന്നതിന് തൊട്ട് മുമ്പ് അല്ലേ, പതിക്കുന്നതിന് തൊട്ട് മുമ്പാണ് പറഞ്ഞിരിക്കുന്നത്. പതിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആകെ ഊർജ്ജം കണ്ടുപിടിക്കുന്നതിനായിട്ട് ടോട്ടൽ സ്ഥിതികോർജ്ജം ഗതികോർജ്ജം കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അതായത് റെസ്റ്റ് ആയിരിക്കുന്ന ടൈമിൽ അല്ലേ, ഫസ്റ്റ് ഹാമർ ഒന്നും ചലിക്കുന്നില്ല, ആ ഒരു ടൈമിൽ കണ്ടുപിടിക്കുന്നതിനായിട്ട് എന്ത് ചെയ്താൽ മതി, ആകെ സ്ഥിതികോർജ്ജം പ്ലസ് ആകെ ഗതികോർജ്ജം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് സ്ഥിതികോർജ്ജം ഗതികോർജ്ജം ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ അല്ലേ, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്ഥിതികോർജ്ജം ഗതികോർജ്ജമാണ് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. 0 പ്ലസ് ഫസ്റ്റ് എന്തായിരുന്നു 0 എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് 98,000 കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ, 0 കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് 98,000 കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ 98,000 ആണ് ആൻസർ വരുന്നത് അല്ലേ. തൊട്ട് മുമ്പുള്ള ഗതികോർജ്ജം ചോദിക്കുകയാണെങ്കിൽ എത്രയാണ് ആൻസർ വരുന്നത്, 98,000 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, തൊട്ട് മുമ്പ് ചോദിക്കുകയാണെങ്കിൽ 98,000 ആണ് ആൻസർ വരുന്നത്. ഹാമർ മുകളിലാകുമുള്ള ആകെ ഊർജ്ജവും തറനിരപ്പിൽ സ്പർശിക്കുന്ന അവസരത്തിലുള്ള ആകെ ഊർജ്ജവും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് നിഗമനത്തിൽ എത്തിച്ചേരാനായിട്ട് പറ്റുന്നുണ്ട്, എന്ത് നിഗമനത്തിലാണ് എത്തിച്ചേരാനായിട്ട് പറ്റുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ എന്താണ് പറയുന്നത്, ഹാമർ മുകളിലാകുമ്പോൾ ഉണ്ടാകുന്ന ആകെ ഊർജ്ജവും തറനിരപ്പിൽ സ്പർശിക്കുന്ന അവസരത്തിലുള്ള ആകെ ഊർജ്ജവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് വ്യത്യാസം കാണുന്നുണ്ടോ നോക്കിയേ. തറനിരപ്പിന് മുകളിലായിരിക്കുമ്പോൾ 98,000 തന്നെയായിരുന്നു നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം തൊട്ട് മുമ്പുള്ള ഗതികോർജ്ജം നമ്മൾ ഇവിടെ എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഗതികോർജ്ജം എത്രയാണ് കിട്ടിയിട്ടുള്ളത്, അതിനുശേഷം എത്രയാണ് കിട്ടിയിട്ടുണ്ടായത്, 98,000 തന്നെയാണല്ലോ കിട്ടിയിരിക്കുന്നത്. രണ്ടും സെയിം വാല്യൂ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് തറനിരപ്പിൽ തൊടുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിലും ശേഷമാണെന്നുണ്ടെങ്കിലും സെയിം വാല്യൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, ഊർജ്ജ നഷ്ടമില്ലാതെ ഒരു രൂപത്തിലുള്ള ഊർജ്ജത്തെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാം. ഊർജ്ജ നഷ്ടമില്ലാതെ തന്നെ നമുക്ക് ഊർജ്ജത്തെ വേറെ രൂപത്തിലേക്ക് മാറ്റാം. അതാണ് ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. ഒരു ഊർജ്ജം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, വേറൊരു ഊർജ്ജത്തിലേക്ക് മാറ്റാനായിട്ട് പറ്റും. പക്ഷേ അവിടെ എന്ത് സംഭവിക്കുന്നില്ല, ഊർജ്ജ നഷ്ടം സംഭവിക്കുന്നില്ല. അതാണ് അവിടെ പറയുന്നത്. എന്താണ് ഊർജ്ജ സംരക്ഷണ നിയമം, ഊർജ്ജം നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. ഒരു രൂപത്തിലുള്ള ഊർജ്ജത്തെ ഊർജ്ജ നഷ്ടമോ ലാഭമോ ഇല്ലാതെ മറ്റ് ഊർജ്ജ രൂപങ്ങളിലേക്ക് മാറ്റാൻ കഴിയും. ഇതിനെയാണ് ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. ഊർജ്ജം നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. ഒരു രൂപത്തിലുള്ള ഊർജ്ജത്തെ ഊർജ്ജ നഷ്ടമോ ലാഭമോ ഇല്ലാതെ തന്നെ മറ്റ് ഊർജ്ജ രൂപങ്ങളിലേക്ക് മാറ്റാൻ കഴിയും. ഇതിനെയാണ് ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പ്രവൃത്തിയും ഊർജ്ജം നമ്മൾ പഠിച്ചല്ലേ, പ്രവൃത്തിയും ഊർജ്ജം നമ്മൾ പഠിച്ചതാണ്. ഇവ തമ്മിലുള്ള സാമ്യങ്ങൾ എന്തൊക്കെയാണ്, പ്രവൃത്തിയും ഊർജ്ജം എന്ന് പറയുന്നത് എന്താണ്, അദിശ അളവുകളാണ് ചോദിക്കാറുണ്ട്. പ്രവൃത്തിയും ഊർജ്ജം എന്താണ്, അദിശ അളവുകളാണ്. പ്രവൃത്തിയും ഊർജ്ജവും അദിശ അളവുകളാണ്. പഠിച്ചു വയ്ക്കാതെ, പ്രവൃത്തിയും ഊർജ്ജവും അദിശ അളവുകളാണ്. പിന്നെ എന്തൊക്കെ മനസ്സിലായി, പ്രവൃത്തിയുടെയും ഊർജ്ജത്തിൻ്റെയും യൂണിറ്റ് എത്രയായിരുന്നു, പ്രവൃത്തിയുടെ യൂണിറ്റ് എത്രയായിരുന്നു നമ്മൾ പറഞ്ഞത്, ജൂളാന്ന് പറഞ്ഞു അല്ലേ. ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞു, ജൂൾ തന്നെയാണല്ലോ. അപ്പോൾ പ്രവൃത്തിയും ഊർജ്ജവും തമ്മിൽ അദിശ അളവാണ്. അതുപോലെ തന്നെ രണ്ടിനും യൂണിറ്റ് എന്താണ്, ജൂളാണ്. രണ്ടിനും യൂണിറ്റ് എന്താണ്, ജൂളാണ്. അപ്പോൾ ഇത് രണ്ടും സെയിം ആയിട്ടുള്ള കാര്യമാണ്, പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ, നമ്മുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം പ്രധാനമായി ലഭിക്കുന്നത് എവിടെ നിന്നാണ്, നമുക്ക് ഭൂമിയിലെ ഊർജ്ജം എവിടെ നിന്നാണ് കൂടുതലായിട്ട് ലഭിക്കുന്നത്. ഓക്കെ, ഭൂമിയിലെ ഊർജ്ജത്തിൻ്റെ പ്രധാന സ്രോതസ്സ് സൂര്യനാണ്. നമുക്ക് ഈ വിച്ചറിൽ നൽകിയിട്ടുണ്ട് അല്ലേ. എങ്ങനെയാണ് സൂര്യൻ നമ്മൾക്ക് എങ്ങനെയാണ്, സസ്യങ്ങൾ സൗരോർജ്ജം ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെയാണ്, സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ആഹാരം നിർമ്മിക്കുന്നതിനായിട്ട് സസ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഊർജ്ജം സൂര്യനുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, നമുക്ക് ഭക്ഷണത്തിലൂടെ ലഭിക്കുന്നത് എങ്ങനെയാണ് നോക്കി. ഈ സൂര്യൻ എന്ന് പറയുന്നത് സസ്യങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് അല്ലേ, സസ്യങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ സസ്യങ്ങൾക്ക് ഊർജ്ജം ലഭിക്കുന്നുണ്ട്. അതും പോരാതെ തന്നെ നോക്കി ജന്തുക്കൾക്കും മരങ്ങൾ വഴിയാണെന്നുണ്ടെങ്കിലും അല്ലേ, പുല്ല് കഴിക്കാണ് അപ്പോൾ ജീവികൾ എന്നുണ്ടെങ്കിൽ അപ്പോഴും അവിടെ എന്ത് ലഭിക്കുന്നുണ്ട്, ഊർജ്ജം ലഭിക്കുന്നുണ്ട്, സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് മനുഷ്യന്മാർക്ക് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കണക്റ്റ് ആയിട്ട് പോകാനല്ലേ. അതുപോലെ തന്നെ നോക്കി, സൂര്യൻ എന്ന് പറയുന്നത് സൗരോർജ്ജ പാനലുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതെന്താണ്, ഇലക്ട്രിസിറ്റിയിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്ക് വൈദ്യുതിയായിട്ട് മാറ്റുന്നതിനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ സസ്യങ്ങൾ സൗരോർജ്ജം ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഈ സൗരോർജ്ജം ആഗിരണം ചെയ്തിട്ട് എന്താക്കി മാറ്റാണ്, രാസോർജ്ജമാക്കി മാറ്റും അല്ലേ. സൗരോർജ്ജം എന്താക്കി മാറ്റും, രാസോർജ്ജമാക്കി മാറ്റും. സൗരോർജ്ജം എന്താക്കി മാറ്റും, രാസോർജ്ജമാക്കി മാറ്റും. സൗരോർജ്ജം രാസോർജ്ജമാക്കി മാറ്റുന്നു. ഇത് നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്, നമ്മൾ ഭക്ഷണത്തിലൂടെ നമുക്ക് ലഭിക്കില്ലേ. അപ്പോഴും സൗരോർജ്ജം എന്തായിട്ട് മാറാണ് ചെയ്യുന്നത്, രാസോർജ്ജമായിട്ട് മാറാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വൈദ്യുത നിലയങ്ങളിൽ നമുക്ക് നോക്കാം. വൈദ്യുത നിലയങ്ങളിൽ നോക്കി ഇവിടെ പെൻ സ്റ്റോക്കും ജനറേറ്ററൊക്കെ നൽകിയിട്ടുണ്ട് പിക്ചറിൽ. അപ്പോൾ വൈദ്യുത നിലയങ്ങളിൽ എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക്. വൈദ്യുത നിലയങ്ങളിലെ ഊർജ്ജോൽപാദനത്തിന് സൂര്യനുമായി ബന്ധമുണ്ടോ, ഉണ്ട് അല്ലേ.
പെട്രോൾ, ഡീസൽ എന്നിവയിലെ ഊർജ്ജം സൂര്യനുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പെട്രോൾ, ഡീസൽ എന്നിവയിലെ ഊർജ്ജം സൂര്യനുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സൂര്യനുമായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ പെട്രോൾ, ഡീസൽ എന്നിവയിലെ ഊർജ്ജം സൂര്യനുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പെട്രോൾ, ഡീസൽ എന്നിവയിലെ ഊർജ്ജം എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? സൂര്യനിൽ നിന്നാണ് ലഭിക്കുന്നത്. പെട്രോൾക്കും ഡീസലിനും ലഭിക്കുന്നത് എങ്ങനെയാണ്? സൂര്യനിൽ നിന്നാണ് എന്ത് ലഭിക്കുന്നത്? ഊർജ്ജം ലഭിക്കുന്നത്. പെട്രോളിനാണെങ്കിലും ഡീസലിനാണെങ്കിലും സൂര്യനിൽ നിന്നാണ് ഊർജ്ജം ലഭിക്കുന്നത്. ഇനി സസ്യങ്ങൾ സൂര്യപ്രകാശം ഉപയോഗിച്ച് ഫോട്ടോസിന്തസിസിലൂടെ പിടിച്ചെടുത്ത ഊർജ്ജം ജൈവവസ്തുക്കളിൽ സൂക്ഷിച്ചിരുന്നതാണ്. അതായത് സസ്യങ്ങൾ സൂര്യപ്രകാശം എങ്ങനെയാണ്? ഫോട്ടോസിന്തസിസിനാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ അവിടെ ഒരു ഊർജ്ജം പിടിച്ചെടുത്തിട്ടുണ്ട് അല്ലേ? അത് ജൈവവസ്തുക്കളിൽ സൂക്ഷിക്കും. ഈ ജൈവവസ്തുക്കൾ എന്ന് പറയുന്നത് കുറേ വർഷങ്ങളോളം മണ്ണിനടിയിൽ കിടന്നിട്ടാണ് നമുക്കറിയാം ഫ്യൂവൽസ് ലഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ നാളിങ്ങനെ മണ്ണിൽ കിടക്കുമ്പോൾ ഹൈഡ്രോ കാർബൺസ് ആയിട്ട് മാറും. അതായത് സൂര്യൻ്റെ ഊർജ്ജം പറയുന്നത് രാസരൂപമായിട്ട് മാറും. അങ്ങനെയാണത് ഇന്ധനമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ സൗരോർജ്ജം രാസോർജ്ജമായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് എങ്ങനെയാണ് പറയുന്നത്? ജൈവവസ്തുക്കളിലാണ് ഈ ഊർജ്ജം, ഈ ഫോട്ടോസിന്തസിസിലൂടെ ലഭിക്കുന്ന ഊർജ്ജം കിട്ടിയിട്ടുണ്ടായിരിക്കാം. ഇതെന്ന് പറയുന്നത് എന്താക്കി മാറ്റാണ്? സൗരോർജ്ജം രാസോർജ്ജമാക്കി മാറ്റാണ് അല്ലേ ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ജൈവവസ്തുക്കളിൽ നിന്നും ഫ്യൂവൽസ്, പെട്രോൾ, ഡീസൽ ലഭിക്കുന്നത്. നെക്സ്റ്റ് ഒരു ജലവൈദ്യുത നിലയത്തിൻ്റെ രേഖാചിത്രം നൽകിയിട്ടുണ്ട്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ നൽകിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇവിടെ ആദ്യം തന്നെ എന്താണ്? ഇവിടെ വെള്ളം കെട്ടി നിർത്തിയേക്കാണ് അല്ലേ? ഇവിടെ വെള്ളം കെട്ടി നിർത്തിയേക്കാണ്. ഇത് പെൻ സ്റ്റോക്ക് വഴി എന്ത് സംഭവിച്ചു? ജനറേറ്ററിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഊർജ്ജം എന്തായിരിക്കും എന്നറിയാം? സ്ഥിതികോർജ്ജം അല്ലേ? പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ഥിതികോർജ്ജമാണ്. ഇവിടെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ സ്ഥിതികോർജ്ജമാണ്. അങ്ങനെ ഈ വെള്ളം ചലിക്കുകയാണ്. വെള്ളം ചലിക്കുമ്പോൾ എന്തായിട്ട് മാറും? അത് വെള്ളം ചലിക്കുകയാണെങ്കിൽ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. എന്തായിട്ട് മാറും? കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ എന്താണ്? ഗതികോർജ്ജമായിട്ട് മാറും. അപ്പോൾ സ്ഥിതികോർജ്ജം ഗതികോർജ്ജമായിട്ട് മാറി. അതിനുശേഷം അത് ജനറേറ്ററിൽ പോയി അവിടെ എന്തുണ്ട്? ടർബൈൻസ് ഉണ്ട്. ഈ ടർബൈൻസ് ഇങ്ങനെ കറങ്ങാണ് അല്ലേ? ഈ ടർബൈൻസ് കറങ്ങുമ്പോൾ അവിടെ എന്ത് എനർജി ആയിട്ട് മാറും? യാന്ത്രികോർജ്ജം അല്ലേ? ഇങ്ങനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും. യാന്ത്രികോർജ്ജമായിട്ട് മാറും അതൊരു ടർബൈൻ കറങ്ങുമ്പോൾ. എന്നിട്ട് എന്ത് സംഭവിക്കുകയാണ്? എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ? ഇലക്ട്രിക് കറണ്ടിൽ വൈദ്യുതി ഊർജ്ജമാണ് ഉണ്ടാകുന്നത്. അതായത് ഇലക്ട്രിക്കൽ എനർജിയാണ് ഉണ്ടാകുന്നതെങ്കിൽ വൈദ്യുതി ഊർജ്ജമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതായത് സ്ഥിതികോർജ്ജത്തിൽ അവസാനം എന്തായി മാറി? വൈദ്യുതോർജ്ജമായിട്ട് മാറി. ക്ലിയർ ആയല്ലോ? ഈ ചിത്രം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇവിടെ റിസർവോയറിലെ ജലത്തിലുള്ള ഊർജ്ജം ഏതാണ്? നമ്മൾ പറഞ്ഞില്ലേ? സ്ഥിതികോർജ്ജമാണ്. കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളത്തിലൊക്കെ എന്താണ്? സ്ഥിതികോർജ്ജമാണ് ഉണ്ടായിരിക്കുക. ഇനി അണക്കെട്ടിലുള്ള ജലത്തിന് ഈ സ്ഥിതികോർജ്ജം എങ്ങനെയാണ് ലഭിച്ചത്? നമ്മൾ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഇത് ചലിച്ചു. അപ്പോൾ കൈനറ്റിക് എനർജി ആയിട്ട് മാറി. അതിനുശേഷം എന്ത് സംഭവിച്ചു? ടർബൈൻസ് കറങ്ങുമ്പോൾ യാന്ത്രികോർജ്ജമായി. അതിനുശേഷം അവിടെ വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്ത് ഇലക്ട്രിക് എന്തായി മാറി? കറണ്ട് ആയിട്ട് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താഴേക്ക് ജലം ഒഴുക്കി വിടുന്ന പൈപ്പിനെ പെൻ സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. താഴേക്ക് ജലം ഒഴുക്കി വിടുന്ന ഈ പൈപ്പിന് എന്തെന്ന് പറയാം? പെൻ സ്റ്റോക്ക് എന്നല്ലേ? പെൻ സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. ഇതിലൂടെ ഒഴുകുന്ന ജലത്തിൻ്റെ ഊർജ്ജം എന്തായിരിക്കും? ഒഴുകുന്ന ജലത്തിൻ്റെ ഊർജ്ജം എന്താണ്? കൈനറ്റിക് എനർജി അല്ലേ? അതായത് ഗതികോർജ്ജമാണ്. ഒഴുകുന്ന ഊർജ്ജങ്ങളൊക്കെ എന്താണ്? ഗതികോർജ്ജമാണ്. ഈ ഗതികോർജ്ജം ജനറേറ്റർ വൈദ്യുതോർജ്ജമാക്കി മാറ്റും. റിസർവോയറുകളിൽ ധാരാളം ജലം സംഭരിച്ചിട്ടുണ്ട്. അതിനാൽ ഇത് വലിയൊരു ഊർജ്ജ സ്രോതസ്സായിട്ടാണ് വർദ്ധിക്കുന്നത്. അപ്പോൾ ഈ പ്രവർത്തനം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ് അല്ലേ? അങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? റിസർവോയറിലെ ജലത്തിൽ നിന്ന് എവിടെ നിന്നാണ് ഊർജ്ജം ലഭിച്ചത്? നമ്മൾ പഠിച്ചു അല്ലേ? എങ്ങനെയാണ് ഊർജ്ജം ലഭിച്ചതെന്ന് പഠിച്ചു. ജലവൈദ്യുതി നിലയത്തിലെ ജലത്തിൻ്റെ ഊർജ്ജം മുതൽ വീട്ടിലെ ഒരു ബൾബ് പ്രകാശിക്കുമ്പോൾ ലഭിക്കുന്ന ഊർജ്ജം വരെയുള്ള ഊർജ്ജ മാറ്റത്തിൻ്റെ വിവരങ്ങൾ പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കാം, അണക്കെട്ടിലെ ജലം എന്ന് പറയുന്നത് എന്താണ്? സ്ഥിതികോർജ്ജമാണ്. വെറുതെ കെട്ടി നിർത്തിയിരിക്കുന്ന ജലമാണെന്നുണ്ടെങ്കിൽ അത് സ്ഥിതികോർജ്ജമാണ്, ചലിക്കുന്നില്ല. താഴേക്ക് ഒഴുകുന്ന ജലമാണെങ്കിൽ ഇത് സ്ഥിതികോർജ്ജം ഉണ്ടാകുന്നുണ്ട്, ഗതികോർജ്ജം ഉണ്ടാകുന്നില്ലേ? സ്ഥിതികോർജ്ജം ഉണ്ടായത് പിന്നെ ഗതികോർജ്ജമായി മാറുന്നുണ്ട്. അപ്പോൾ ഗതികോർജ്ജം സ്ഥിതികോർജ്ജം ഉണ്ടാകുന്നുണ്ട്. ജനറേറ്ററിലെ ടർബൈൻ കറങ്ങുമ്പോൾ എന്താണ്? യാന്ത്രികോർജ്ജമാണ് അല്ലേ? ടർബൈൻ കറങ്ങുകയാണെങ്കിൽ യാന്ത്രികോർജ്ജമാവും. ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ എന്തായിട്ട് മാറും? വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. വൈദ്യുതോർജ്ജമായിട്ടാണ് ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ആകുന്നത്. ഇനി ബൾബ് പ്രകാശിക്കുമെന്നാണ്? പ്രകാശോർജ്ജം അല്ലേ? പ്രകാശോർജ്ജമായിട്ടാണ് മാറുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.
നമ്മുടെ ഈ വീടുകളിൽ ബൾബ് മാത്രമല്ലല്ലോ ഉപയോഗിക്കുന്നത്. ഏതാനും വൈദ്യുത ഉപകരണങ്ങളുടെ പേര് എഴുതുക. മോട്ടോർ, മിക്സി, വാഷിംഗ് മെഷീൻ ഒക്കെ എന്താണ്? വൈദ്യുത ഉപകരണങ്ങളാണ് അല്ലേ. ഇവയിലെല്ലാം ഒരേ നിരക്കിലാണ് വൈദ്യുതോർജ്ജം ഉപയോഗിക്കുന്നത് അല്ലാതെ പല വ്യത്യസ്ത നിരക്കിലാണ് വൈദ്യുതോർജ്ജം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഊർജ്ജത്തിൻ്റെ ഒരു ഭാഗം പഠിക്കാനുള്ളത് കേട്ടോ. ഇനി നമുക്ക് പവർ നോക്കാം. പവറിനെ കുറിച്ച് നമുക്ക് നോക്കാം. നമുക്കൊരു പ്രവർത്തനം ചെയ്യാം. ഒരു നിശ്ചിത എണ്ണം, ഉദാഹരണം 10 പുസ്തകങ്ങൾ തമ്മിൽ തറയിൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അടക്കി വെച്ചിരിക്കുകയാണ്. അതായത് പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ടാണ് അടക്കി വെച്ചിരിക്കുന്നത്. ക്ലാസ്സിൽ തൊട്ടടുത്തിരിക്കുന്ന 4 പേരിൽ ആർക്കാണ് തറയിൽ അടുക്കി വെച്ച പുസ്തകങ്ങൾ ഓരോന്നായി മേശയുടെ മുകളിലേക്ക് വേഗത്തിൽ ഒന്നിന് മുകളിൽ ഒന്നായി അടക്കി വയ്ക്കാൻ കഴിയുക? അപ്പോൾ ഇവിടെ ഒരു പ്രവർത്തനം നൽകിയിരിക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ മാസ് കണ്ടുപിടിക്കണം, ഉയരം കണ്ടുപിടിക്കണം, പ്രവൃത്തിയുടെ അളവ് കണ്ടുപിടിക്കുക, പ്രവൃത്തിയുടെ നിരക്ക് കണ്ടുപിടിക്കുക. അതൊക്കെ ഇങ്ങനെ ഓരോ പ്രവർത്തനം നോക്കി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഞാൻ പേര് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ABCD നൽകാം. ABCD എന്ന് നമുക്ക് നൽകാം കേട്ടോ. ABCD നൽകാണ്. ഇനി സമയം ചോദിച്ചിട്ടുണ്ടല്ലോ. സമയം നമ്മൾ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? പതുക്കെ ഓരോന്നും എടുത്ത് വയ്ക്കാമല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 സെക്കൻഡ് കൂടുമ്പോൾ അങ്ങനെ എടുത്ത് നോക്കുന്ന രീതിയിൽ നമുക്ക് എഴുതാം. അപ്പോൾ സമയം എന്ന് പറയുന്നത് എന്തെന്ന് എഴുതാം? സമയം എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? 8 സെക്കൻഡ് എഴുതാം. പിന്നെ അതുപോലെ തന്നെ 10 സെക്കൻഡ്, നമുക്ക് ഇഷ്ടമുള്ള സെക്കൻഡ് എഴുതാം കേട്ടോ. 8, 10, 12, 6 എന്നൊക്കെ എടുത്ത് നമുക്ക് നോക്കാം. അതായത് ഇത്രയാണ് സമയം വന്നിരിക്കുന്നതെന്ന് ഓരോരുത്തർ എടുക്കുമ്പോൾ എത്രയാണ് അവിടെ സമയം വന്നിരിക്കുന്നതെന്ന് എഴുതി നോക്കാം. ഇനി ആകെ മാസം എന്ന് പറയുന്നത് എത്രയാണ്? കിലോഗ്രാം എന്ന് പറയുന്നത് 2 കിലോഗ്രാമാണ്. സെയിം ആയിരിക്കില്ലേ? ബുക്കിന് മാസം എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കും. നമ്മൾ ബുക്ക് ഇങ്ങനെ മാറ്റുമ്പോൾ ഇല്ലല്ലോ, മാസം എപ്പോഴും സെയിം ആയിരിക്കും. 2 കിലോഗ്രാം എഴുതിയിട്ടുണ്ട്. പുസ്തകങ്ങൾ ഉയർത്തേണ്ട ഉയരം എന്ന് പറയുന്നത് 1 ആണ്. 1 മീറ്ററിലാണ് ഉയർത്തേണ്ടതെന്ന് നമ്മൾ വിചാരിക്കേണ്ടത്. അതൊക്കെ നമ്മളിങ്ങനെ വെറുതെ കാൽക്കുലേറ്റ് ചെയ്യാണ്ടോ. നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് നോക്കാം. പ്രവൃത്തിയുടെ അളവ് ഇതിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? MGH ആണ് പ്രവൃത്തിയുടെ അളവ് കാണുന്ന ഇക്വേഷൻ. MGH എന്ന് പറയുമ്പോൾ M എന്ന് പറയുന്നത് എത്രയാണ്? മാസം എത്രയാണ്? 2 ആണ് അല്ലേ. അപ്പോൾ 2 ഇൻറ്റു G എന്ന് പറയുന്നത് എത്രയാണ്? 10 നമ്മൾ എഴുതാം കേട്ടോ. എളുപ്പത്തിന് വേണ്ടി 10 എന്ന് ഇതാണ്. 10 ഇൻറ്റു GH എന്ന് പറയുന്നത് എത്രയാണ്? ഉയരം എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണല്ലേ. 2 ഇൻറ്റു 10 ഇൻറ്റു 1 നേടി. രണ്ടാമത്തെ കേസിലാണെങ്കിലോ എന്ത് വരും? 2 ഇൻറ്റു മാസം എന്ന് പറയുന്നത് സെയിം തന്നെ വരില്ലേ. G എന്ന് പറയുന്നത് M തന്നെയാണ്. H എന്ന് പറയുന്നത് എത്രയാണ്? 1 തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ 2 ഇൻറ്റു 10 ഇൻറ്റു 1 തന്നെയാണ്. കാരണം മാസം G ഒക്കെ സെയിം തന്നെയാണല്ലോ. 2 മാസം Gയും അതുപോലെ തന്നെ ഹൈറ്റും എന്താണ്? സെയിം തന്നെയാണ് വരുന്നത്. നമുക്കിവിടെ വ്യത്യാസം വരുന്നത് സമയത്തിൻ്റെ കേസിൽ മാത്രമാണ് അല്ലേ. ഇനി പ്രവൃത്തിയുടെ നിരക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? പ്രവൃത്തിയുടെ അളവ് ബൈ സമയമാണ്. പ്രവൃത്തിയുടെ അളവ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ എത്രയാണ് കിട്ടുന്നത്? 20 എന്നല്ല കിട്ടിയിട്ടുള്ളത്, 20 എന്ന് കിട്ടിയിട്ടുണ്ട്. സമയം എത്രയാണ്? നമ്മൾ 8 സെക്കൻഡാണ്. ഫസ്റ്റത്തെ നോക്കുകയാണെങ്കിൽ 8 സെക്കൻഡാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ 20/8 എത്ര കിട്ടി? 2.5 എന്ന് കിട്ടി. രണ്ടാമത്തെ കേസിലോ 20 എത്രയാണ്? രണ്ടാമത്തെ സമയം എത്രയാണ് കിട്ടിയിരിക്കുന്നത്? എത്രയാണ്? 10 ആണ്. 20/10 എന്ന് പറയുന്നത് എത്ര കിട്ടി? 2 എന്ന് കിട്ടി. മൂന്നാമത്തെ കേസിലാണെങ്കിലോ 20/20 മൂന്നാമത്തെ കേസിൽ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? എത്രയാണ്? 12 ആണ് അല്ലേ. 20/12 എത്ര കിട്ടി? 1.66 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് പ്രവൃത്തിയുടെ അളവ് കാണാനുള്ള ഇക്വേഷൻ, പ്രവൃത്തിയുടെ നിരക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പ്രവൃത്തിയുടെ അളവ് ബൈ സമയമാണ്. എല്ലാ കുട്ടികളും ചെയ്ത പ്രവൃത്തിയുടെ അളവ് തുല്യമാണോ? പ്രവൃത്തിയുടെ അളവ് തുല്യമാണോ? അതെ അല്ലേ. പ്രവൃത്തിയുടെ അളവ് എല്ലാവരും ചെയ്തതും സെയിം തന്നെയാണ്, തുല്യമാണ്. ഏറ്റവും വേഗത്തിൽ പ്രവൃത്തി ചെയ്ത് ഏത് കുട്ടിയാണ്? ഏറ്റവും വേഗത്തിൽ പ്രവൃത്തി ചെയ്ത് ഏത് കുട്ടിയാണ്? ഏറ്റവും വേഗത്തിൽ പ്രവൃത്തി ചെയ്ത് ഏത് കുട്ടിയാണ്? ഏറ്റവും വേഗത്തിൽ പ്രവൃത്തി ചെയ്തത്? ആരാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ വർക്ക് ചെയ്ത ആരാണ്? എത്രയാണ്? അതായത് നമുക്ക് ലാസ്റ്റ് ഒരു ഇതും കൂടി ഇതാണ്ട് അല്ലേ. അതെന്ന് പറയുന്നത് എത്രയാണ്? ലാസ്റ്റത്തേന് ആൻസർ വരുന്നത് 3.33 എന്നാണ് കേട്ടോ. 20/6 ചെയ്യുമ്പോൾ 3.33 എന്നാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് കഴിഞ്ഞത് ആളാരായിരിക്കും? 3.3 വേഗത്തിൽ ചെയ്ത ആരാണ്? ഏറ്റവും സ്പീഡ് ചെയ്ത ആരാണ്? D അല്ലേ. അപ്പോൾ D ആണ് ഫസ്റ്റ് അല്ലേ. ഫസ്റ്റ് ഏറ്റവും വേഗത്തിൽ പ്രവൃത്തി ചെയ്താണ് D ആണ്. കാരണം ആളാണ് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും വേഗത്തിൽ ചെയ്തിരിക്കുന്നത് അല്ലേ. നമുക്ക് ഏറ്റവും കുറഞ്ഞ സമയം 6 സെക്കൻഡ് എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ പ്രവൃത്തിയുടെ നിരക്കിലെ പ്രവൃത്തിയുടെ നിരക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 3.3 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ പ്രവൃത്തി നിരക്കാണ് കിട്ടിയിരിക്കുന്നത്. പ്രവൃത്തി ഏറ്റവും വലിയ സംഖ്യയാണ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. 1 സെക്കൻഡിൽ കൂടുതൽ പ്രവൃത്തി ചെയ്ത ആരാണ്? ആര് തന്നെയാണ്? D തന്നെയാണല്ലേ. 1 സെക്കൻഡിൽ കൂടുതൽ പ്രവൃത്തി ചെയ്ത് ആര് തന്നെയാണ്? D തന്നെയാണ്. നമ്മൾ 6 എന്ന് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് മനസ്സിലായി? എന്ത് ചെയ്തു? 1 സെക്കൻഡിൽ ചെയ്ത പ്രവൃത്തിനെയാണ് പവർ എന്ന് പറയുന്നത്. 1 സെക്കൻഡിൽ ചെയ്ത പ്രവൃത്തിനെയാണ് പവർ എന്ന് പറയുന്നത്. 1 സെക്കൻഡിൽ ചെയ്ത പ്രവൃത്തിയാണ് പവർ എന്ന് പറയുന്നത്. അതായത് എന്താണ് പവർ? യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവിനെയാണ് പവർ എന്ന് പറയുന്നത്. അഥവാ പ്രവൃത്തി ചെയ്യുന്നതിന് നിരക്കാണ് പവർ. യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവാണ് പവർ, അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്തതിന് നിരക്കാണ് പവർ. പവർ കാണുന്ന
ഇക്വേഷൻ എന്നാണ് പവർ ഇസ് ഈക്വൽ ടു പ്രവൃത്തി ബൈ സമയം. പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ നിരക്കാണ് പവർ, അല്ലെങ്കിൽ യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവാണ് പവർ. അപ്പോൾ പവർ ഇസ് ഈക്വൽ ടു പി ഇസ് ഈക്വൽ എത്രയാണ് W/T അല്ലേ. പി ഇസ് ഈക്വൽ ടു W/T ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്, പഠിച്ചു വെക്കാം കേട്ടോ. ഇനി പവറിൻ്റെ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? പ്രവൃത്തിയുടെ യൂണിറ്റ് എത്രയായിരുന്നു? പ്രവൃത്തിയുടെ യൂണിറ്റ് നമ്മൾ എന്താണ് ജൂൾ എന്നല്ലേ പറഞ്ഞത്, ജൂളാണല്ലേ, ജൂൾ സെക്കൻഡ് അല്ലേ, ജൂൾ പെർ സെക്കൻഡ്. നമുക്ക് എന്തെന്ന് എഴുതാം? ജൂൾ പെർ സെക്കൻഡ് വാട്ട് എന്ന് എഴുതാം, നമുക്ക് എഴുതാം. SI യൂണിറ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ടാണ്. ജെയിംസ് വാട്ടിൻ്റെ സ്മരണാർത്ഥം പവറിൻ്റെ SI യൂണിറ്റ് വാട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ സൂചകം എന്താണ്? വാട്ടാണ്. ഉയർന്ന അളവുകൾ പ്രതിപാദിക്കുമ്പോൾ കിലോ വാട്ട്, മെഗാ വാട്ട് എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. കിലോ വാട്ട് എന്നും മെഗാ വാട്ട് എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. പവർ കാണുന്ന ഇക്വേഷനാണ് പവർ ഇസ് ഈക്വൽ ടു പ്രവൃത്തി ബൈ സമയം, അല്ലെങ്കിൽ എന്ത് പറയാം, പ്രവൃത്തി ചെയ്യുന്നതിന് നിരക്കാണ് പവർ, അല്ലെങ്കിൽ യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവാണ് പവർ എന്ന് പറയാം. നമുക്ക് ഇയാളെ കുറിച്ച് നമുക്ക് നോക്കാം, ജെയിംസ് വാട്ടിനെ കുറിച്ച് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ജെയിംസ് വാട്ടിനെ കുറിച്ച് ബ്രിട്ടനിലെ സ്കോട്ട്ലാൻഡിലാണ് ജനിക്കുന്നത്. 1736 മുതൽ 1819 വരെയാണ് ജീവിത കാലഘട്ടം. പ്രധാന സംഭാവനകൾ 1764 ഉണ്ടായിരുന്ന ന്യൂക്രമൻ എഞ്ചിൻ റിപ്പയർ ചെയ്യാനുള്ള ശ്രമത്തിൽ നിന്നും ഗുണമേന്മയുള്ള ആവി യന്ത്രത്തിൻ്റെ നിർമ്മാണം സാധ്യമാക്കി. ഗരികളിൽ മാത്രം പരിമിതമായി ഉപയോഗിച്ചിരുന്ന ആവി യന്ത്രത്തിൻ്റെ ഉപയോഗ സാധ്യതകൾ കണ്ടെത്തുകയും പ്രയോജനപ്പെടുത്തുന്നതിന് കാരണമാവുകയും ചെയ്തതിനാലാണ് യൂറോപ്പിൽ ആരംഭിച്ച വ്യാവസായിക വിപ്ലവത്തിന് സഹായിച്ച ശാസ്ത്രജ്ഞനായി ജെയിംസ് വാട്ടിനെ പരിഗണിക്കുന്നത്. അപ്പോൾ ജെയിംസ് വാട്ട് എന്ന് പറയുന്നത് ഒരു വാട്ട് കണ്ടുപിടിച്ച ആൾ, അതിൻ്റെ സ്മരണാർത്ഥമാണ് ഈ വാട്ട് എന്ന് പറയുന്ന നൽകിയിട്ടുള്ളത്. ജെയിംസ് വാട്ടിൻ്റെ സ്മരണാർത്ഥമാണ്. നമ്മൾ പറഞ്ഞു കിലോ വാട്ട്, മെഗാവാട്ട്, ജിഗാവാട്ടൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒരു കിലോ വാട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 10 ക്യൂബ് വാട്ടാണ്, അല്ലെങ്കിൽ 1000 വാട്ടാണ്. ഒരു കിലോ വാട്ട് എന്ന് വെച്ചാൽ എന്താണ്? 1000 വാട്ടാണ്. ഒരു കിലോ വാട്ട് എന്ന് പറയുന്നത് 1000 വാട്ടാണ്. ഒരു മെഗാ വാട്ട് എന്ന് വെച്ചാൽ എന്താണ്? 10⁻6 വാട്ട് കേട്ടോ. 10⁻6 വാട്ടാണ് ഒരു മെഗാ വാട്ട്. ഒരു കിലോ വാട്ട് എന്ന് പറയുന്നത് 1000 വാട്ടാണ്, അല്ലെങ്കിൽ 10⁻3 വാട്ടാണ്. ഒരു മെഗാ വാട്ട് എന്ന് പറയുന്നത് 10⁻6 വാട്ടാണ്. ഓക്കെ, കിലോ വാട്ട് എന്ന് പറയുന്നത് 10⁻3ഉം മെഗാ വാട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 10⁻6. ഇനി എപ്പോഴും ചോദിക്കാറുള്ളൊരു ഭാഗമാണ് വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിൽ സൂചിപ്പിക്കാറുണ്ട്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ എന്ന് പറയുന്നത് കുതിരശക്തിയിലാണ് സൂചിപ്പിക്കേണ്ടത്. അപ്പോൾ ഒരു കുതിരശക്തി, ഒരു 1 ഹോഴ്സ് പവർ ഇസ് ഈക്വൽ ടു 746 വാട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചേക്ക് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എത്രയാണ്? 746 വാട്ടാണ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയല്ലോ. അപ്പോൾ പവർ എങ്ങനെയാണ് കണക്കാക്കുക? ഒരു വൈദ്യുതി സ്ഥിരപ്പെട്ടി 20 സെക്കൻഡിൽ 15 കിലോമീറ്റർ 15 കിലോ ജൂൾ പ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ പവർ കണക്കാക്കുക. ആ പവർ ഈക്വൽ എത്രയാണ്? പ്രവൃത്തി ബൈ സമയമാണ്. പ്രവൃത്തി നമുക്ക് 15 തന്നിട്ടുണ്ട്. പ്രവൃത്തി ബൈ സമയം അല്ലേ, 15/20 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 15/20 15 കിലോ ജൂൾ എന്നല്ല നമുക്ക് തന്നിരിക്കുന്നത്, നമുക്കത് ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം ആദ്യം തന്നെ. അപ്പോൾ 15 × 1000 എന്നുള്ളത് ചെയ്യണം കേട്ടോ. 15000 എന്നുള്ളത് കിട്ടി. 15000/20 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 15000/20 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 750 വാട്ട് കേട്ടോ. 750 വാട്ടാണ് അവിടുത്തെ ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം. നെക്സ്റ്റ്, ചൂടെ കൊടുത്തതിൽ പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ഏതാണ്? പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഊർജ്ജമാണ് പ്രവൃത്തിയുടെ അതേ യൂണിറ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. കുറച്ച് പ്രോബ്ലംസ് നൽകിയിട്ടുണ്ട്, അത് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.